ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൊളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ജെനറ്റിക്സിലെ സെക്കൻഡ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ ടോപ്പിക് അത്യാവശ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ ഒരു റിവിഷനാണ്. ഇനിഷ്യലി തന്നെ ഞാൻ പറയാം, ഈ ചാപ്റ്ററിലേക്ക് പോകും മുമ്പ് ആദ്യം നിങ്ങൾ സെൽ ബയോളജി, എപ്പോഴും ജെനറ്റിക്സും സെൽ ബയോളജിയും കണക്റ്റഡ് ആണ്. അതായത് സെൽ, ബയോമോളിക്യൂൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇപ്പോൾ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് +2 NCERT കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസ് ഒക്കെ നമുക്ക് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ സെൽ ഡിവിഷൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുപോലെ ബയോമോളിക്യൂൾ, +1 ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്റർ, അത് നമ്മൾ +1 ബയോളജിയിലും പഠിച്ചു, +2 കെമിസ്ട്രിയിലും പഠിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഒരു ബേസിക്സും കൂടി ഉണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് DNA എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പേജിൽ NCERT ഫസ്റ്റ് പേജിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. RNA പറ്റി, ജനറ്റിക് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. DNA നമുക്ക് യൂസ് ചെയ്യാം, RNA യൂസ് ചെയ്യാം. രണ്ടും ജനറ്റിക് മെറ്റീരിയലാണ് അല്ലേ? മെജോറിറ്റി ഓർഗാനിസത്തിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. RNA വൈറസുകളുടെ കേസിൽ അങ്ങനെ വളരെ കുറച്ച് ഓർഗാനിസത്തിൽ മാത്രമാണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് RNA പറ്റി ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി ഒരു ചെറിയ ഔട്ട്ലൈൻ പോലെ നമുക്കൊന്ന് നോക്കാം. RNA നമുക്കറിയാം, റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നുള്ളതാണ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ RNA 2 ടൈപ്പ് നമുക്ക് പറയാം. ഒന്ന് RNA എന്നുള്ളത് ജീനോമിക് RNA, അതായത് ജനറ്റിക് മെറ്റീരിയലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന RNA ആണ് ജീനോമിക് RNA എന്ന് പറയുന്നത്. RNA ഫങ്ഷൻസ് ആസ് ജനറ്റിക് മെറ്റീരിയൽ, ജീനോമിക് RNA എന്ന് പറയും. ഇനിയും നോൺ ജീനോമിക് RNA ഉണ്ട്. നോൺ ജീനോമിക്, അതായത് നോൺ ജീനോമിക് എന്ന് പറയുന്നത് നമ്മൾ rRNA, mRNA, tRNA, അതാണ് നോൺ ജീനോമിക് RNA എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും RNAയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫങ്ഷൻ നമുക്കറിയാം, ആസ് എ ജനറ്റിക് മെറ്റീരിയൽ, അതാണ് RNA എന്ന് പറയുന്നത്. RNA ഫങ്ഷൻസ് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. സെക്കൻഡ് ഫങ്ഷൻ പറയാം. ആ സെക്കൻഡ് ഫങ്ഷൻ പറയും മുമ്പ് ഇത് ഒരു യൂക്യാരിയോട്ടിക് സെല്ലാണ്. നമുക്കൊരു സെൽ വോള്, ഓക്കെ, സെൽ വോള്. അപ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ കേസിൽ, ആനിമൽ സെല്ലാണെങ്കിൽ സെൽ മെംബ്രൈൻ. റൈറ്റ് അപ്പർ കോർണറിലായിട്ട് നമുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് ഒരു 2 ലെയേർഡ് ന്യൂക്ലിയർ മെംബ്രൈൻ ഈസ് ദെയർ. ആ ന്യൂക്ലിയർ മെംബ്രൈൻ ഇറ്റ്സ് നോട്ട് എ കണ്ടിന്യൂവസ് മെംബ്രൈൻ, ഇറ്റ്സ് ഇൻ്ററപ്റ്റഡ് ബൈ മീൻസ് ഓഫ് minute pores and they are called the nuclear pores അല്ലേ? ഒരു ചെറിയ കാര്യമൊന്നും അല്ല ന്യൂക്ലിയർ പോർ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. കാരണം ന്യൂക്ലിയോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ, ഇവിടുന്ന് ആരൊക്കെ അകത്തേക്ക് പോകണം, അകത്തുനിന്ന് ആരൊക്കെ പുറത്തേക്ക് വരണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആളാണ് ഈ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. ആക്ച്വലി അവിടെ ഒരു ഗേറ്റാണ്. ആ ഗേറ്റിൽ ഗേറ്റ് കീപ്പേഴ്സ് തന്നെ ഉണ്ട്. ആ ഗേറ്റ് കീപ്പേഴ്സാണ് കൺട്രോൾ ചെയ്യുക, ആരകത്ത് പോകണം, ആര് പുറത്ത് വരണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. നമ്മൾ സെല്ല് പഠിച്ചപ്പോൾ സെല്ലിൽ ഓരോ ഓർഗനൽസിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. മൈറ്റോകോൺട്രിയയെ പറ്റി, പ്ലാസ്റ്റിഡിനെ പറ്റി അല്ലേ? അപ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ന്യൂക്ലിയർ പോർ. ഹയർ ക്ലാസ്സിൽ ആവശ്യമുള്ളൂ, എന്നാൽ പോലും അതിൻ്റെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് DNA ആണ് മാസ്റ്റർ കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഒരു ക്യാരക്ടർ, അപ്പോൾ ഒരു ഐ കളറ് അല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആകണമെങ്കിൽ അതിനർത്ഥം ജീൻ എക്സ്പ്രഷൻ നടക്കണം, അതായത് പ്രോട്ടീൻ ഉണ്ടാകണം. മനസ്സിലായോ? ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഈ പ്രോട്ടീൻ എങ്ങനെ സിന്തസൈസ് ചെയ്യും, എവിടെ സിന്തസൈസ് ചെയ്യും? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിൽ
റൈബോസോംസ് ആണ് സിന്തസൈസ് ചെയ്യുക, അല്ലേ? അവരെയാണ് നമ്മൾ പ്രോട്ടീൻ ഫാക്ടറീസ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഏത് പ്രോട്ടീൻ എങ്ങനെ സിന്തസൈസ് ചെയ്യണം, അതായത് അമിനോ ആസിഡ് സീക്വൻസ് ആണ് ഒരു പ്രോട്ടീൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ ലൈസീൻ, അലാനിൻ, വലൈൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ എന്ന് പറഞ്ഞൊരു സീക്വൻസ്, അതൊരു പ്രോട്ടീൻ ചെയിൻ. അടുത്തത് മെത്തിയോണൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, അർജിനൈൻ, ഹിസ്റ്റഡീൻ, മെത്തിയോണൈൻ എന്ന് പറഞ്ഞ അടുത്തൊരു സീക്വൻസ്. ഈ ഒരു സീക്വൻസ്, അതായത് ഫസ്റ്റിലെ വരുന്നത് മെത്തിയോണിനാണ്. മെത്തിയോണിൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അർജിനൈൻ വരണം. ഓക്കെ, അർജിനൈൻ വരണം. അർജിനൈൻ കഴിഞ്ഞാൽ അടുത്തത് ട്രിപ്റ്റോഫാൻ വരട്ടെ. ദെൻ നെക്സ്റ്റ് ല്യൂസിൻ വരട്ടെ. ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആൾ DNA ആണ്. ഓക്കെ, പക്ഷേ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ഫാക്ടറി എന്ന് നമ്മൾ പറയുന്ന റൈബോസോംസ് ആണ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ഇത് രണ്ടും ഉള്ളത് സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോസോൾ ഒരു സൈറ്റോപ്ലാസം, അമിനോ ആസിഡ്സ് ആണ് ഇതെല്ലാം. DNA ഇവിടെ ഇരിക്കുക. DNAക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആദ്യം മെത്തിയോണിൻ വരട്ടെ, ദെൻ അർജിനൈൻ വരട്ടെ, പിന്നെ ടൈറോസിൻ വരട്ടെ എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം DNA ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? DNA ഈ കയ്യിലുള്ള ഇൻഫർമേഷൻസ് കോപ്പി ചെയ്യും, കോഡുകളാക്കും, കോപ്പി ചെയ്യും, മെസ്സേജുകളാക്കും. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ പഠിച്ച ട്രാൻസ്ക്രിപ്ഷൻ, അല്ലേ? സിന്തസിസ് ഓഫ് mRNA ഫ്രം DNA, ദറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ അങ്ങനെ മെസ്സേജുകളായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആര് കൊണ്ടുവരികയാണ്? RNA. കണ്ടോ, RNA ഉണ്ടായി. അപ്പോൾ നമുക്ക് RNAയുടെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ത് പറയാം? ആസ് എ മെസ്സഞ്ചർ. ഒരു മെസ്സഞ്ചറാണ് RNA എന്നുള്ളത്. ആസ് എ മെസ്സഞ്ചർ, mRNA is a മെസ്സഞ്ചർ. ഇനി നെക്സ്റ്റ്, ഇവിടെ mRNA ഉണ്ടായി. ഈ mRNA ഈ ന്യൂക്ലിയർ പോർ വഴി പുറത്തേക്ക് വരാൻ നോക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യൂക്ലിയർ പോറിൽ കാവൽക്കാരുണ്ട്. RNA ഇറങ്ങി വരുമ്പോൾ അവർ ചോദിക്കും, എവിടെ ID പ്രൂഫ്? ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം. എന്താ ഐഡൻറ്റിറ്റി കാർഡ്? നമുക്കറിയാം, യുക്കാരിയോട്സിൽ ഉണ്ടാകുന്ന mRNA എന്ന് പറയുന്നത് HNRNA എന്നുള്ള ഫോമിലാണ്, അല്ലേ? ഇൻട്രോണും എക്സോണുമുള്ള, ഇൻ്ററപ്റ്റഡ് സീക്വൻസസ് ഉള്ള സ്പ്ലിറ്റ് ജീനോമാണ്. ആ ഒരു ഇൻട്രോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ ദാറ്റ് മീൻ ലീഡ് ടു അനോമലീസ്, അതായത് മ്യൂട്ടേഷന് കാരണമാവും. അബ്നോർമൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ഇൻട്രോൺ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറക്കി വിടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ അവിടെ വെച്ച് കട്ട് ചെയ്യും. അതാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിങ് പഠിച്ചത്, സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് കഴിഞ്ഞാൽ ID പ്രൂഫ് കൊടുക്കും. ഏതൊക്കെ? 5' എൻഡിൽ ക്യാപ്പിംഗ്, മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റും 3' എൻഡിൽ ഓർ 3' എൻഡിലേക്ക്, അങ്ങനെ രണ്ടും പറയാം കേട്ടോ, 3' എന്നും 3' എന്നും പറയാം. ആ ഒരു 3' എൻഡിലേക്ക് പോളി അഡിനിലേഷൻ, അഡിനീൻ റെസിഡ്യൂസ് ഒരു ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനറിൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു തൊപ്പിയും വാലുമാണ് ID പ്രൂഫ്. അതുമായിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങും. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻസ് റീഡ് ചെയ്യണം. കോഡായിട്ടല്ലേ DNA കൊടുത്തിരിക്കുന്നത്. ആ ഇൻഫർമേഷൻസ് റീഡ് ചെയ്യാൻ ആർക്കേ പറ്റത്തുള്ളൂ? tRNAക്കേ പറ്റത്തുള്ളൂ, അല്ലേ? tRNAക്കേ പറ്റുള്ളൂ. കാരണം tRNAയിൽ നമുക്കറിയാം ഒരു ലൂപ്പുണ്ട്, ആൻറ്റി കോഡോൺ പോർഷൻ, അല്ലേ? ഈ ഒരു കോഡോണിന്, mRNAയിലുള്ള ഇൻഫർമേഷൻസ് ആണ് കോഡോൺ എന്നുള്ളത്. കോഡോണിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീക്വൻസസ് ഉള്ള ലൂപ്പ്, ആൻറ്റി കോഡോൺ ലൂപ്പ്. ആ ആൻറ്റി കോഡോൺ വെച്ച് tRNA അത് വായിക്കും, അല്ലേ? വായിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവർ അതനുസരിച്ച് ഓരോരോ ഓരോരോ അമിനോ ആസിഡ്സിനെയും അവർ ക്യാരി ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്. മെസ്സഞ്ചറാണ്, അഡാപ്റ്ററാണ്. ഓക്കെ, മെസ്സഞ്ചർ, അഡാപ്റ്റർ എന്ന് പറയുന്നത് ആരെയാണ്? tRNA ആണ്. അസ് ആൻ അഡാപ്റ്റർ, mRNA ആണ് മെസ്സഞ്ചർ, അസ് ആൻ അഡാപ്റ്റർ. കാരണം ഈ ഇൻഫർമേഷൻസ് ഓരോന്നും വായിച്ച് അതനുസരിച്ച് എന്ത് ചെയ്യും? ഇതിനെ ഓരോ അമിനോ ആസിഡ്സിനെയും നമ്മൾ ക്യാരി ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് സൈറ്റിലേക്ക് എത്തിക്കും. ഇനിയും നാലാമത്തെ ഫങ്ഷൻ
റൈബോസോംസ്. ഈ ഒരു റൈബോസോം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പലേഡ് പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്ന റൈബോസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. ആ ഒരു RNAs യുക്കാരിയോട്ടിൽ 80Sഉം പ്രൊക്കാരിയോട്ടിൽ 70Sഉമാണ്. അതിലുള്ള RNAs ഏതൊക്കെ RNAs ആണുള്ളത്? ഏതൊക്കെ RNAs ആണുള്ളത്? ഞാനത് ജസ്റ്റ് ഒന്ന് മായ്ക്കാണ്. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇനിയും ഇവിടെ നമുക്കറിയാനുള്ളത് RNA പറ്റിയാണ്. റൈബോസോമിലുള്ള RNA നമ്മൾ പറയുക rRNA ഓർ റൈബോസോമൽ RNA. ആ റൈബോസോമൽ RNAയിൽ നമുക്ക് 70Sഉം ഉണ്ട് 80Sഉം ഉണ്ട്. 70Sൻ്റെ സബ് യൂണിറ്റ് എന്ന് പറയുന്നത് 50Sഉം 30Sഉം ആണ്. ഈ രണ്ട് സബ് യൂണിറ്റ്സിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത് മഗ്നീഷ്യം അയോണുകളാണ്, മറന്നു പോകരുത്. ഈ 50Sൽ വരുന്ന rRNAs എന്ന് പറയുന്നത് 23S rRNA ഒപ്പം 5S rRNA ആണ്. 30Sൽ വരുന്നത് 16S rRNA ആണ്. ഇതോടൊപ്പം രണ്ടിലും ആരുണ്ടാവും? പ്രോട്ടീനും ഉണ്ടാവും, പ്ലസ് പ്രോട്ടീൻസ്. ഇതാണ് പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ. അപ്പോൾ പ്രോക്യാരിയോട്ടിക് rRNA എന്ന് പറയുന്നത് 23S, 5S, 16S. നല്ല അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. 23S നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ആക്ട് ആസ് എൻ എൻസൈം അല്ലേ? ആ എൻസൈമിനെയാണ് നമ്മൾ റൈബോസൈം എന്ന് പറയുന്നത്. അതിനെയാണ് റൈബോസൈം. ഒപ്പം പ്രോട്ടീൻ ഉണ്ടാവും. ഇനിയും യുക്കാരിയോട്സിലേക്ക് വന്നാൽ 80S സബ് യൂണിറ്റ്സ്, 60S ലാർജ് സബ് യൂണിറ്റും 40S സ്മോൾ സബ് യൂണിറ്റും. 60Sൽ ഏതൊക്കെ rRNAs ആണുള്ളത്? 28S, ദെൻ 28S, അടുത്തത് 5.8S, 5S. ഇതെല്ലാം rRNAs ആണ്. പ്ലസ് 50 ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവും. ഇനി 40Sൽ ആരൊക്കെ ഉണ്ടാവും? 40Sൽ വരുന്നവർ 18S rRNA പ്ലസ് 18S rRNAയും പ്ലസ് 33 പ്രോട്ടീനുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് റൈബോസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. അതായത് റൈബോസോം ഉണ്ടാക്കണമെങ്കിൽ RNA വേണം. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ RNA ആസ് എ സ്ട്രക്ചറൽ മോളിക്യൂൾ. അടുത്ത ഫങ്ഷൻ ആസ് എ സ്ട്രക്ചറൽ മോളിക്യൂൾ, ബ്രാക്കറ്റിൽ rRNA എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പ്രോക്യാരിയോട്ടിക് rRNAs? 23S, 16S, 5S പ്ലസ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. ഇനിയും യുക്കാരിയോട്ടിക് ആണെങ്കിൽ 28S, 18S, 5S, 5.8S പ്ലസ് 50 പ്ലസ് 33, 83. NCERTയിലെ 80 എന്നാണ്. ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 2 വർഷം മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈബോസോംസ് കൺസിസ്റ്റ് ഓഫ്. ആ ക്വസ്റ്റ്യൻ ആക്ച്വലി പ്രൊക്കാരിയോട്ടിക്കെന്നോ യുക്കാരിയോട്ടിക്കെന്നോ ഇല്ലായിരുന്നു, പക്ഷെ ഓപ്ഷനകത്ത് 80 ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു വേഗ് ക്വസ്റ്റ്യൻ എന്ന് പറയാമായിരുന്നു. കാരണം പ്രൊക്കാരിയോട്ടിക് റൈബോസോംസ് അല്ലെങ്കിൽ യുക്കാരിയോട്ടിക് റൈബോസോം രണ്ടിലും പ്രോട്ടീൻ്റെ നമ്പർ വ്യത്യാസമാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ 34 പ്രോട്ടീനും ഇവിടെ 21ഉം അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഏകദേശം ഒരു 50-52 ടൈപ്പ് ആണ് പ്രൊക്കാരിയോട്ടിൽ വരിക. ഇവിടെ 80 ഉണ്ടാവും. പക്ഷേ NCERTയിൽ പ്രൊക്കാരിയോട്ടിക് റൈബോസോമിനെ പറ്റി പറയുന്നില്ലായിരുന്നു, പ്രോട്ടീനെ പറ്റി. യുക്കാരിയോട്സിൻ്റെ കേസാണ്. അതുകൊണ്ടാകാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. 50 പ്ലസ് 33 പ്രോട്ടീൻസ്, 80 ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. ടെക്സ്റ്റിൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഡയഗ്രാം കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് അവിടേക്ക് എത്തുമ്പോൾ പറയാമത്. അപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, ഇത് മറന്നു പോകരുത്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനിയും ഒരു ഫങ്ഷനും കൂടിയുണ്ട്, ആസ് എ കാറ്റലിസ്റ്റ്. ഓക്കെ, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ആരാണ്? അതുകൊണ്ട് അതിനെ നമ്മൾ പറയും റൈബോസൈം എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് 23S rRNA. 23S rRNA എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, അതാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. ഇനിയാണ് നമ്മൾ DNA പറ്റിയും RNA പറ്റിയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരാൻ പോണത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് DNA. നമുക്ക് നോക്കാം. ഇനിയും DNA എന്ന് പറയുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. DNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് RNA ആണ്. ദീസ് ആർ ദ 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ഫൈൻഡ് ഇൻ ലിവിങ് സിസ്റ്റം. DNA
act as the genetic material in most organisms. RNA, though it is also act as a genetic material in some viruses, mostly functions as a messenger. RNA has additional role as well. It functions as an adapter, tRNA, as a structural molecule, rRNA, and in some cases catalytic molecule, ribozyme. In this chapter, we are going to discuss the structure of DNA, its replication, copy ഉണ്ടാകുന്നത്, the process of making RNA from DNA, that is transcription, the genetic code that determines the sequence of amino acids in proteins, the process of synthesis of protein, and elementary basis of their regulation. അപ്പോൾ ഈ ചാപ്റ്ററിന് വെയിറ്റേജ് 14% ആണ്. അതായത് നിയർ അബൌട്ട് ഒരു 7 to 8 ക്വസ്റ്റ്യൻസോളം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പൊതുവെ ലെങ്തി ടോപ്പിക് ആണെങ്കിൽ പോലും പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിനേക്കാളും നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. മറ്റേതിൽ നിന്ന് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ഇവിടെ നിന്ന് അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും യൂഷ്വലി വരാറില്ല. അത്യാവശ്യം കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ, ദെൻ DNA is a long polymer of deoxyribonucleotides. അല്ലേ, DNA പോളിമർ ആണ്. ആ പോളിമറിലെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? deoxyribonucleotides. ഇനിയും ഒരു DNA-യുടെ ലെങ്ത്, DNA എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മുത്തുമാലയാണ്, അല്ലേ, ഒരു പോളിമറാണ്, മുത്തുമാലയാണ്. അപ്പോൾ ആ ഒരു DNA-ക്ക് എത്ര ലെങ്ത് ഉണ്ട് എങ്കിൽ ഈ എത്ര മുത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA-യിൽ നമുക്ക് നോക്കാം എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിൽ DNA-യുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയും ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA നമ്മൾ പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് DNA-യുടെ ലെങ്ത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ബേസ് പെയറുകളാണ് നമ്മൾ നോക്കുക, അല്ലേ. നമ്പർ ഓഫ് ബേസ് പെയർ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബേസ് പെയർ. So we can calculate the length of DNA. In case of single stranded DNA, we can count the number of nucleotides. And in the case of double stranded DNA, number of base pair into distance between adjacent base pairs. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ കൊളയുടെ കേസിലും ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലും ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് അപ്രോക്സിമേറ്റ്ലി 2.2 മീറ്റർ ലെങ്തിയാണ് DNA, മമേലിയൻ സെല്ലിലെ DNA എന്ന് നമ്മൾ പഠിച്ചു വെച്ചത്. ഓക്കെ, the length of DNA is usually defined as the number of nucleotides or a pair of nucleotide that is called a base pairs present in it. This is also the characteristic of an organism. കാരണം ഓരോ ഓർഗാനിസത്തിലും ബേസ് പെയർ വ്യത്യാസമായിരിക്കും. നമ്പർ ഓഫ് ബേസ് പെയർ ഈ കൊളയിലുള്ളതായിരിക്കത്തില്ല ഡ്രോസോഫിലയിലുള്ളത്, അതിലുള്ളതായിരിക്കില്ല ഹ്യൂമൻ ബീയിങ്ങിൽ വരുന്നത്. അപ്പോൾ ബേസ് പെയേഴ്സിൻ്റെ നമ്പർ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഏതിൽ വ്യത്യാസം വരാം? DNA-യുടെ ലെങ്തിലും വ്യത്യാസം വരാം. അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൻ്റെ നമ്പർ വേരി ചെയ്യുന്നതിനനുസരിച്ച് DNA-യുടെ ലെങ്തിലും വ്യത്യാസം വരാം. For example, it's a very important area. Match the following mismatch pair. പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥിരം ടൈപ്പ് ഓഫ് പാറ്റേൺ ആയിരുന്നു ഫൈൻഡ് ദ മിസ്മാച്ച് പെയർ എന്നുള്ളത്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് കാണുന്നില്ല, ഇനി ചോദിച്ചുകൂടായികയില്ല മിസ്മാച്ച് പെയർ കണ്ടെത്താനായിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ലാംഡ ബാക്ടീരിയോഫേജ്. ഓക്കെ, ലാംഡ ബാക്ടീരിയോഫേജ് നമ്മളൊരു വെക്ടറായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ബയോടെക്നോളജി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടേഴ്സ്. അങ്ങനെ വെക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയോഫേജ് ആണ് ലാംഡ ഫേജ്. ലാംഡ ഫേജിൽ എത്ര ബേസ് പെയേഴ്സ് ആണ്? 48502 ബേസ് പെയേഴ്സ് ആണ്. അടുത്ത ഒരു ബാക്ടീരിയോഫേജ് ആണ് 5x174. അതിലെത്രയാണ്? 5386 ന്യൂക്ലിയോടൈഡ് ആണ്. അതായത് ലാംഡ ഫേജിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്, ബട്ട് 5x174 സിംഗിൾ സ്ട്രാൻഡഡ് DNA ആണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് കൊടുത്തിരിക്കുന്നത്. ലാംഡ ഫേജിൽ 48502 ബേസ് പെയേഴ്സ്. ഈ കൊളയിൽ 4.6 × 10⁻⁶ ബേസ് പെയേഴ്സ് ആണ്. ഇനിയും ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA 3.3 × 10⁻⁹.
ഓക്കെ 10⁻⁹ ബേസ് പെയേഴ്സ്. ഡിപ്ലോയിഡ് ആകുമ്പോഴത്തേക്ക് അത് എങ്ങനെ വരും? 2n വരുന്നത് 2n ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻⁹ ബേസ് പെയേഴ്സ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ലാംഡ ഫേജ് 5x174 ഈക്വലായി ഹ്യൂമൻ ബീയിങ്. ഇതിൽ സിംഗിൾ സ്ട്രാൻഡ് DNA വരുന്നത് 5x174 മാത്രം. കാരണം അതിനകത്ത് നമ്മൾ 5386 ന്യൂക്ലിയോടൈഡ്സ് ആണ് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ? ഒരു ന്യൂക്ലിയോടൈഡ്, അതായത് ഒരു മുത്തുമാലയിൽ ഒരു മുത്ത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു നൈട്രോജീനസ് ബേസ് ഉണ്ടാവും അല്ലേ? നൈട്രോജീനസ് ബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്യൂരീൻസും പിരമിഡൈൻസും. പെൻറ്റോ ഷുഗർ ഉണ്ടാവും, റൈബോസും ഡിയോക്സി റൈബോസും, ദെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ നൈട്രോജീനസ് ബേസ് ഓർ എ നൈട്രജൻ ബേസ്, പെൻറ്റോ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. There are two types of nitrogen bases, purines and pyrimidines. പ്യൂരീൻസിൻ്റെ പ്രത്യേകത എന്താ? ഡബിൾ റിംഗ് കോമ്പൗണ്ടുകളാണ് പ്യൂരീൻസ് എന്ന് പറയുന്നത്. ഡബിൾ റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെൻസീൻ റിംഗ് പോലെ ഇങ്ങനെ ഒരു റിങ്ങും അതിൻ്റെ കൂടെ ഒരു ഇമിഡസോൾ റിംഗ് എന്ന് പറയും. ഇതാണ് പ്യൂരീൻസ്. ആ പ്യൂരീൻസിലാണ് അഡിനീനും ഗ്വാനിനും വരിക. അഡിനീൻ ആൻഡ് ഗ്വാനൈൻ. ഇനിയും സിംഗിൾ റിംഗ് കോമ്പൗണ്ടാണ് പിരമിഡൈൻസ്. പിരമിഡൈൻസിലാണ് തൈമീന്, സൈറ്റോസിൻ, യുറാസിൽ വരുന്നത്. യുറാസിൽ ഈസ് പ്രസൻറ്റ് only in RNA, തൈമീൻ ഈസ് പ്രസൻറ്റ് only in DNA. Cytosine is common for both DNA and RNA. Uracil only in RNA in place of thymine. A nitrogenous base is linked to OH of first carbon of pentose sugar through N-glycosidic linkage. എങ്ങനെ N-glycosidic linkage നമ്മൾ പറയുക? ഇത് ഒരു പിരമിഡൈനാണ്. ഈ പിരമിഡൈനിൽ ഫസ്റ്റും തേർഡും പൊസിഷനിലാണ് നമ്മൾ നൈട്രജൻ പറയുക. ഫസ്റ്റ് ആൻഡ് തേർഡ് പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പെൻറ്റോ ഷുഗർ എഴുതാവേ. പെൻറ്റോ ഷുഗറിലേക്ക് വരാം. ആ ഒരു പെൻറ്റോ ഷുഗർ റൈബോസ് ആകാം അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ് ആകാം. അപ്പോൾ ഇതിൽ നമ്മൾ പെൻറ്റോ ഷുഗറിൽ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, രണ്ടും തമ്മിലുള്ള എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും? പെൻറ്റോസിലെ റൈബോസും ഡിയോക്സി റൈബോസും എങ്ങനെ നമ്മൾ തിരിച്ചറിയും എന്നുള്ളത് ഓർത്തോണം. OH then CH2OH. കാർബണിൻ്റെ നമ്പർ നോക്കിക്കേ. കാർബണിൻ്റെ നമ്പർ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ. ക്ലിയർ ആണേ? ഇനി ഇത് റൈബോസ് ആണോ ഡിയോക്സി റൈബോസ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് റൈബോസ്. എന്തുകൊണ്ടാണ് റൈബോസ് എന്ന് വന്നത്? സെക്കൻഡ് കാർബണിൽ വന്നിരിക്കുന്നത് ഏതാണ്? സെക്കൻഡ് കാർബണിൽ OH വന്നിട്ടുണ്ട് അല്ലേ? ഈ OH ആണ് RNA ഹൈലി റിയാക്റ്റീവ് ആക്കുന്നതും കാറ്റലിറ്റിക് ആക്കുന്നതും അൺസ്റ്റേബിൾ ആക്കുന്നതും ഒക്കെ ഈ ഒരു OH ആണ്. അപ്പോൾ ഇത് റൈബോസ് ആണ്. ഓക്കെ, ദിസ് ഈസ് റൈബോസ്. ഈ OH മാറിയിട്ട് അവിടെ H വന്നാൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ദറ്റ് ഈസ് ഡിയോക്സി റൈബോസ്. അപ്പോൾ ഇവിടെ ഇനിയും ഇതിലേക്ക് നമുക്ക് പെൻറ്റോ ഷുഗർ, ഇതിൽ ഫസ്റ്റ് കാർബണിലേക്കാണ് ആര് വരുന്നത്? ഒരു നൈട്രജൻ ബേസ് വരുന്നത്. നൈട്രജൻ ബേസ് വരുന്നത് ഏത് ബോണ്ട് വഴിയാണ്? ഇവിടെ വരുന്ന ഈ ഒരു ബോണ്ടിൽ. സോ ദ നൈട്രജൻ ബേസ്, അത് പ്യൂരിൻ ആകാം പിരമിഡൈൻ ആകാം, അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് കാർബണിലേക്കാണ്. പെൻറ്റോ ഷുഗറിൻ്റെ അവിടെ വരുന്ന ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് N-glycosidic ബോണ്ട് എന്നാണ് പറയുക. N-glycosidic ബോണ്ട് എന്ന് പറയാൻ കാരണം ഷുഗർ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഈ ഒരു ബോണ്ട് വരുന്നത് നൈട്രജൻ ബേസിൽ നൈട്രജനുമായിട്ടാണ് വരിക. സോ N-glycosidic ബോണ്ട് എന്നുള്ളത് വരുന്നു അവിടെ. ഓക്കെ, അപ്പം ഇതിനെ നമ്മളപ്പോൾ പറയുന്നത്, അതായത് പെൻറ്റോ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ്, ദറ്റ് ഈസ് കോൾഡ് ഒരു ന്യൂക്ലിയോസൈഡ് എന്ന് പറയും അല്ലേ? ന്യൂക്ലിയോസൈഡ്. അപ്പോൾ DNA വരുന്ന ന്യൂക്ലിയോസൈഡുകൾ ഏതൊക്കെയാണ്? DNA വരുന്നത് ഡിയോക്സി അഡിനോസിൻ അല്ലേ? ഡിയോക്സി അഡിനോസിൻ, ഡിയോക്സി ഗ്വാനോസിൻ,
ഡീഓക്സിസൈറ്റിഡൈൻ, ഡീഓക്സിതൈമിഡൈൻ, ഡീഓക്സിതൈമിഡൈൻ. RNA വരുമ്പോഴേക്കോ അഡിനോസിൻ, ഗുവാനോസിൻ, സൈറ്റിഡൈൻ, യൂറിഡൈൻ എന്ന് പറയും. ഡിയോക്സി അല്ല, അവിടെ റൈബോസ് ആണ്. സോ യൂറിഡൈൻ എന്ന് പറയും. ഇനിയും ഇതിൽ 5th കാർബണിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെ 5th കാർബണിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ബോണ്ടിന് പറയുന്ന പേര് ഫോസ്ഫോ. ഷുഗറാണ്, ഫോസ്ഫോറിക് ആസിഡ് ഷുഗറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. എസ്റ്റർ ബോണ്ടാണ് അവിടെ വരുന്നത്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഹോൾ സ്ട്രക്ചർ ദറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോടൈഡ്. അപ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ഡീഓക്സി അഡിനിലിക് ആസിഡ്, ഡീഓക്സി അഡിനിലിക് ആസിഡ്, ദറ്റ് ഈസ് ദ ന്യൂക്ലിയോടൈഡ് പ്രസൻറ്റ് ഇൻ DNA. RNAയിലാണെങ്കിൽ അഡിനിലിക് ആസിഡ്. അടുത്തത് ഡീഓക്സി ഗുവാനിലിക് ആസിഡ്, ഡീഓക്സി സൈറ്റിഡിലിക് ആസിഡ്, ഡീഓക്സി തൈമിഡിലിക് ആസിഡ്, ഡീഓക്സി തൈമിഡിലിക് ആസിഡ്. RNA വരുമ്പോഴേക്കും യൂറിഡിലിക് ആസിഡ്, സൈറ്റിഡിക് ആസിഡ്, ഗുവാനിലിക് ആസിഡ് ആൻഡ് അഡിനിലിക് ആസിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡിൽ 2 ബോണ്ട്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടും എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടും. Okay. A nitrogenous base is linked to the OH of first carbon pentose sugar through N-glycosidic linkage to form a nucleoside such as adenosine, deoxyadenosine, then guanosine or deoxyguanosine, cytidine or deoxycytidine and uridine or deoxythymidine. ഇതിൽ സ്ട്രക്ചർ നിങ്ങൾ നോക്കണം. അതായത് ഈ ഡബിൾ റിങ് വരുന്നതും സിംഗിൾ റിങ് വരുന്നതും. അഡിനീൻ്റേതും യുറാസിലിൻ്റേതും NCERT കൊടുത്തിട്ടുണ്ട്. +1 NCERT ബയോമോളിക്യൂൾ. സ്ട്രക്ചർ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ് എന്നുള്ളത്. ഓക്കെ. Then when a phosphate group is linked to 5' carbon of nucleoside through phosphoester linkage, a corresponding nucleotide is formed. 2 nucleotides are connected through 3'5' phosphoester linkage to form a dinucleotide. ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് എങ്ങനെ വരും? നെക്സ്റ്റ് അടുത്ത ന്യൂക്ലിയോടൈഡ് വരികയാണ്. അടുത്ത ന്യൂക്ലിയോടൈഡിലേക്ക് അടുത്ത ന്യൂക്ലിയോടൈഡ് CH2OH. അതായത് ഈ ഒരു ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിൻ്റെ 3rd കാർബണിലുള്ള OHഉം സെക്കൻഡ് ന്യൂക്ലിയോടൈഡിൽ ഇവിടെ ഈ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇടയ്ക്ക് ഏത് വരുന്നത്? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് ന്യൂക്ലിയോടൈഡിൻ്റെ 3rd കാർബണും സെക്കൻഡ് ന്യൂക്ലിയോടൈഡിൻ്റെ 5th കാർബണും ചേർന്നിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് കണക്ഷൻ വരുന്നു. സോ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഒരു ഡൈ ന്യൂക്ലിയോടൈഡ് എന്നുള്ളത് ഫോം ചെയ്യുക. ഡൈ ന്യൂക്ലിയോടൈഡ്. ഓക്കെ. എ പോളിമർ ദസ് ഫോംഡ് അറ്റ് വൺ എൻഡ് എ ഫ്രീ. അപ്പോൾ ഇങ്ങനെ കണക്ഷനായി വരുമ്പോഴേക്കും എന്ത് ചെയ്യും? ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു OH ഗ്രൂപ്പ്, ഒരു ഫ്രീ ആയിട്ട് ഒരു OH ഗ്രൂപ്പ് 5' എൻഡിലുണ്ടാവും. ഫ്രീ ആയിട്ട് ഒരെണ്ണം 3' ഉണ്ടാവും. അതാണ് നമ്മൾ 5' എൻഡെന്നും 3' എൻഡെന്നും നമ്മൾ പറയുക. നമ്മളിങ്ങനെ നോക്കിയാൽ കറക്റ്റ് കാണാനായിട്ട് പറ്റും. കണക്ഷൻസ് ഇങ്ങനെ പോയിരിക്കുന്നത് കണ്ടോ? ഇതിൽ ആ ഒരു 3rd കാർബണും 5th കാർബണും 3rd കാർബണും 5th കാർബണും തമ്മിൽ ഇങ്ങനെ കണക്ഷൻ പോയിട്ടേയിരിക്കും. ഓക്കെ. ഒരു ഫ്രീ ആയിട്ട് വരുന്ന 3rd കാർബണും ഒരു 5 കാർബണും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ DNA ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക് ബോണിൽ ആരൊക്കെ ഉണ്ടാവും? sugar and phosphate. Backbone of DNA, sugar and phosphate. The nitrogenous bases linked to sugar moiety project from the backbone. 2 സ്ട്രാൻഡ് നമ്മൾ വരുമ്പോഴേക്കും എന്ത് ചെയ്യും? ഒരു സ്ട്രാൻഡ് 2 സ്ട്രാൻഡിൽ നിന്നും അതായത്
ഒരെണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ നൈട്രജൻ ബേസ്. ഓക്കെ, അടുത്തത് നൈട്രജൻ ബേസ്. ഇവിടെ നിങ്ങൾ തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ തമ്മിൽ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അടുത്തത് ഇങ്ങനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. പഠിച്ചല്ലേ നിങ്ങളിതൊക്കെ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എഴുതി നോക്കുക എന്നുള്ളത്. കാണുമ്പോഴത്തേക്ക് കറക്റ്റ് ക്ലിയർ ആയിരിക്കണം എന്താണ് ഈ ഒരു ബാക്ക് ബോൺ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇത് ബാക്ക് ബോൺ എങ്ങനെ നമ്മൾ പറയും? ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ ഫോസ്ഫേറ്റ്, ഷുഗർ, അങ്ങനെ പോകും. ദാറ്റ് ഈസ് എ ബാക്ക് ബോൺ. പിന്നെ നൈട്രജൻ ബേസസ് അഡിനീൻ ഇവിടുന്ന്, ഗ്വാനിൻ ഇവിടുന്ന്, തൈമീൻ ഇവിടുന്ന്, സൈറ്റോസിൻ ഇവിടുന്ന്, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സെയിം ഇതുപോലെ എന്ത് ചെയ്യും? അടുത്ത സ്ട്രാൻഡ് വരും. അടുത്ത സ്ട്രാൻഡ് വരുമ്പോഴേക്കും വരുന്നത് എങ്ങനെയാണ്? ആൻറ്റി പാരലൽ. പാരലായിട്ടാണെങ്കിൽ അഡിനീനുമായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ പെയറിങ് പോവില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി പാരലൽ ഡിറക്ഷനിൽ വരും. അപ്പോൾ അഡിനീൻ തൈമീനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ടിങ്, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബേസ് പെയറിങ് എന്ന് പറയുക. DNA സ്ട്രക്ചറൊക്കെ ക്ലിയർ കട്ടായിരിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോൾ ചോദിച്ചാലും എവിടെ നിന്നായാലും നമുക്ക് മനസ്സിലാക്കി വേണം പഠിച്ചു പോകാൻ. In RNA, every nucleotide residue has an additional OH group present at a second position in the ribose. ഞാനത് വരച്ചു കാണിച്ചു. അപ്പോൾ അത് മറന്നു പോകരുത്. OH ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിലാണ്. ഓൾസോ RNA, the uracil found at the place of thymine. ഓക്കെ, അവിടെ തൈമീനും മറ്റൊരു പേര് പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് പറയുന്ന പേര് 5-methyl uracil എന്നാണ് പറയുക. അതായത് യുറാസിൽ നമ്മൾ എഴുതുമ്പോൾ യുറാസിലിൻ്റെ 5th പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നു. 5-methyl uracil, that is the thymine. Chemical name of thymine ആണ് 5-methyl uracil. DNA as an ഇനി DNAയുടെ ഡിസ്കവറിയാണ്. ഒരു അസിഡിക് സബ്സ്റ്റൻസ് എന്ന് കണ്ടെത്തുന്നത് ഫ്രെഡറിക് മീഷർ ആണ്. 1869 1869. അതിന് അദ്ദേഹം പറഞ്ഞ പേര് ന്യൂക്ലിൻ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഓൾട്ട്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് പുട്ട് ഫോർവേഡ് ദ ടേം ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ടുവന്നത്. ഓക്കെ, അസിഡിക് സബ്സ്റ്റൻസ് ആണെന്നാണ് മീഷർ പറയുന്നത്. ഇറ്റ് വാസ് ഓൺലി ഇൻ 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. അപ്പോൾ ഇവരെ പറ്റി നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവരെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോണം. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഇവിടെ നാം പറയുന്നുണ്ട്. വാട്സണും ക്രിക്കും. ഓക്കെ, അപ്പോൾ 2 പേരും ഇൻഡിവിജ്വലി, ഇപ്പോൾ വാട്സൺ എന്ന് പറയുന്നത് സുവോളജി പഠിച്ചിട്ട് BSc സുവോളജി ഒക്കെ പഠിച്ചിട്ട് ബേർഡ് വാച്ചിങ് ഒക്കെ ആയിട്ട് നടന്ന ആളാണ്. ഇനിയും BSc കെമിസ്ട്രി പഠിച്ച ആളാണ് ഫ്രാൻസിസ് ക്രിക്ക്. 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് DNA സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. ഫെയിലുവർ ആയിരുന്നു. ഇനി 2 പേരും കൂടെ ചേർന്ന് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തി. അതും ഫെയിലുവർ ആയിരുന്നു. അതിനുശേഷം റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും മൗറിസ് വിൽക്കിൻസിൻ്റെയും ഹെൽപ്പോടുകൂടി എക്സ്റേ ഡിഫ്രാക്ഷൻ, അതിലാണ് ക്രിക്ക് PhD ചെയ്യുന്നതും ആ ഒരു ടോപ്പിക്കിലാണ്. അതിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് അവർ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കണ്ടെത്തുന്നത്. ഇപ്പം 1953 ആണ് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ഇനിയും ഇത് ബേസ് ചെയ്തിട്ടാണ് ചർഗാഫ് ബേസ് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്ന ചർഗാഫ് റൂൾ എന്ന് പറയുന്നത്. അഡിനീൻ A+T divided by G+C is equal to a constant. ബേസ് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു DNA-യിൽ 20% ആണ് സൈറ്റോസിനെങ്കിൽ അവിടെ എത്ര തൈമീൻ ഉണ്ടാവും? അല്ലേ, 20% സൈറ്റോസിൻ ആണെങ്കിൽ സൈറ്റോസിൻ ഈസ് ഈക്വൽ ടു ഗ്വാനിനാണ്. അപ്പോൾ ഗ്വാനിനും എത്രയായിരിക്കും? 20% ആണ്. C+G എന്ന് പറയുന്നത് 40 ആണ്. 20 + 20 40 ആണ്. അങ്ങനെയാണെങ്കിൽ A+T എത്രയായിരിക്കും? കോൺസ്റ്റൻ്റ് വരണം എന്നുണ്ടെങ്കിൽ 60 ആയിരിക്കും അല്ലേ. അപ്പോൾ A എത്രയായിരിക്കും? ഈക്വൽ വരുന്നത് A 30 ആയിരിക്കും, T 30 ആയിരിക്കും. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബേസ് റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞത്.
ദെൻ സ്ട്രക്ചർ ഓഫ് DNA. പണ്ട് ബോർഡിനൊക്കെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഈ ഒരു DNA സ്ട്രക്ചർ എഴുതുക എന്നുള്ളത്. ഇവിടുന്ന് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and bases project inside. ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി കാണിച്ചു തന്നു. ഷുഗർ ഫോസ്ഫേറ്റ്. The 2 chains have an anti-parallel polarity. That means one chain has the polarity 5'3' prime and the other in 3'5'. The bases in 2 strands are paired through hydrogen bonding. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ് ഏതൊക്കെയാണ്? അങ്ങനെയാണ് ബേസ് പെയേഴ്സ് വരുന്നത്. അഡിനീൻ 2 ഹൈഡ്രജൻ ബോണ്ടും, അതായത് നമ്മൾ AT പെയർ എന്ന് പറയും. ഓക്കെ, അഡിനീൻ തൈമീൻ. അടുത്തത് GC പെയർ 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയുമാണ്. Then the 2 chains are coiled in a right-handed fashion. നമ്മൾ പഠിക്കുന്ന വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA VDNA എന്ന് പറയും. റൈറ്റ് ഹാൻഡഡ്ലി കോയിൽഡ് ആയിട്ടുള്ള DNA ആണ്. The pitch of the helix 3.4 നാനോമീറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഒരു DNA ഹെലിക്സ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ആ DNA ഹെലിക്സിൽ ഒരു പിച്ച് അല്ലെങ്കിൽ ഒരു ടേൺ അല്ലെങ്കിൽ ഒരു ഗൈർ എന്ന് പറയും. ഒരു ടേൺ ഓർ എ പിച്ച് ഓർ എ ഗൈർ എന്ന് പറയും. ഒരു ചുറ്റ് എത്രയാണ്? ഒരു ചുറ്റെന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ, ഇതൊരു മൈനർ ഗ്രൂവാണ്, ഇതും ഒരു മൈനർ ഗ്രൂവാണ്. ഈ 2 മൈനർ ഗ്രൂവും ഒരു മേജർ ഗ്രൂവും കൂടി ചേരുന്നതാണ് എന്ന് പറയുന്നത് ഒരു ടേൺ എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയാണ് ഒരു ടേൺ വരിക. ഈ ഒരു ടേണിൽ 1 ടേൺ ഓർ എ പിച്ച് ഓർ എ ഗൈർ it consists of 10 base pairs. ഓക്കെ, 10 ബേസ് പെയേഴ്സ് ആയിരിക്കും വരിക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബേസ് പെയർ എന്ന് പറയുന്നത് 3 adjacent base pair is 3.4 angstrom or 0.34 നാനോമീറ്റർ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ 10 ബേസ് പെയർ ഉണ്ടാവും. അടുത്തടുത്തുള്ള ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ ഓർ 3.4 ആംസ്ട്രോം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ഒരു ടേണിൽ 34 ആംസ്ട്രോം ഓർ 3.4 നാനോമീറ്റർ. അതും പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഡയമീറ്റർ, DNA ഡയമീറ്റർ ഇതാണ് ഉദ്ദേശിക്കുക. ഡയമീറ്റർ 20 ആംസ്ട്രോം ആണ് ഓർ ഇറ്റ് ഈസ് 2 നാനോമീറ്റർ. ആ ഒരു മെഷർമെൻറ്റ്സ് ഓർത്തിരിക്കാം. ലിസൺ ദിസ് ഡയഗ്രാം. ഒരു NCERT തന്നെ കൊടുത്തിരിക്കുന്ന ഡബിൾ സ്ട്രാൻഡഡ് പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഒരു 3'5' ഡിറക്ഷനിൽ ഒരു സ്ട്രാൻഡ്, 5'3' ഡിറക്ഷനിൽ അടുത്ത സ്ട്രാൻഡ്. ഫോസ്ഫേറ്റ് ഷുഗർ. ഓക്കെ, ഇവിടെയും സെയിം അതുപോലെ. ദറ്റ് ഈസ് എ ബാക്ക് ബോൺ ഓഫ് DNA. നൈട്രജൻ ബേസസ് ആർ പ്രൊജക്റ്റിംഗ് ടുവേഴ്സ് എ ഇൻസൈഡ് അല്ലേ. AT പെയർ 2 ഹൈഡ്രജൻ ബോണ്ട് വഴി, GC പെയർ 3 ഹൈഡ്രജൻ ബോണ്ട് വഴി. അപ്പോൾ ഈ ഡയഗ്രാം നോക്കുമ്പോൾ അറിയാമല്ലോ ക്ലിയർ ആയിട്ട്. ഹൈഡ്രജൻ ബോൺസ് 5'3' ഉണ്ടെന്നുള്ളത് ഒരു OH ഗ്രൂപ്പ് ഇവിടെ ഫ്രീ, ഇവിടെ ഒരു OH ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് ഫ്രീ. ഓക്കെ, NCERTയിലെ ഡയഗ്രമാണ്. നമുക്ക് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. ഈ ഒരു ടേൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇവിടെ തുടങ്ങി, അതായത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഒരു 2 മൈനർ ഗ്രൂവും ഒരു മേജർ ഗ്രൂവും കൂടി വരുന്നതാണ്. ഉണ്ടാവും 1, 2 ഈ 2 മൈനർ ഗ്രൂവും ഇവിടെ ഒരു മേജർ ഗ്രൂവും. അതാണ് ഒരു ടേൺ അല്ലെങ്കിൽ ഒരു ഗൈർ എന്ന് പറയുക. ഇത്രയാണ് 34 ആംസ്ട്രോം ഓർ 3.4 നാനോമീറ്റർ എന്ന് പറയുന്നത്. 2 ബേസ് പെയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ 3.4 ആംസ്ട്രോം പറഞ്ഞത്. ഓക്കെ, സോ 3.4 × 10 അതാണ് 34 ആംസ്ട്രോം. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ, ഹൗ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഇൻ എ സെൽ ടേക്സ് പ്ലേസ്.
ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എങ്ങനെയാണ്? അതിനെ നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത് അതിനെയാണ്. സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തത് എന്താണ്? ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷൻസ് എങ്ങനെ പാസ് ചെയ്യപ്പെടുന്നു? DNA-യിൽ നിന്ന് RNA-യിലേക്ക്, അതായത് മെജോറിറ്റി ഓർഗാനിസത്തിലും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ DNA-യിൽ നിന്നും ആദ്യം RNA ആവും. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അവിടെ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ DNA-യിൽ നിന്ന് DNA ഉണ്ടാകാം, DNA കോപ്പി ചെയ്യാം, എങ്കിൽ മാത്രമേ ഹെറിഡിറ്റി എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് റെപ്ലിക്കേഷൻ. സിന്തസിസ് ഓഫ് DNA ഫ്രം DNA. സിന്തസിസ് ഓഫ് RNA ഫ്രം DNA ഈസ് കോൾഡ് transcription, and synthesis of protein from RNA is called translation. This is the central dogma of molecular biology proposed by Francis Crick. പക്ഷേ ചില വൈറസിൻ്റെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അങ്ങനെയാണെങ്കിൽ RNA-യിൽ നിന്നും DNA ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന DNA-ക്ക് നമ്മൾ പറയുന്ന പേര് കോപ്പി DNA ഓർ കോംപ്ലിമെൻ്ററി DNA എന്നാണ് പറയുക. കോപ്പി DNA ഓർ ദി കോംപ്ലിമെൻ്ററി DNA ഓർ cDNA എന്ന് പറയും. സിന്തസിസ് ഓഫ് DNA ഫ്രം RNA, അതായത് ട്രാൻസ്ക്രിപ്ഷൻ്റെ നേരെ റിവേഴ്സ്, ഇറ്റ്സ് കോൾഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇത് ഫസ്റ്റ് കണ്ടെത്തുന്നത് ടെമിനും ബാൾട്ടിമോറും ചേർന്നിട്ടാണ്. ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ടെമിൻ ആൻഡ് ബാൾട്ടിമോർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് ടെമിനിസം. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ഓൾസോ കോൾഡ് ടെമിനിസം എന്നാണ് പറയുക. ഈ ഒരു ടെമിനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് DNA ഫ്രം RNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം, നെയിംലി റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം. നിങ്ങളത് കേട്ട ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ എയ്ഡ്സ് പഠിക്കുമ്പോൾ അവിടെ പഠിച്ചതാണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും. പറയുന്നൊരു പേര് RNA ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, RNA ഡിപ്പെൻഡൻറ്റ് DNA polymerase enzyme or the reverse transcriptase enzyme. ഒരു റീട്രൂ വൈറസിൻ്റെ കേസിലൊക്കെ ഇത് തന്നെയാണ് നടക്കുക. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഓർ ടെമിനിസം, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഓർ RNA ഡിപ്പെൻഡൻറ്റ്. RNA ഡിപ്പെൻഡ് ചെയ്ത് DNA സിന്തസൈസ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA ഡിപ്പെൻഡൻറ്റ് DNA polymerase enzyme. നെക്സ്റ്റ് വൺ, വെരി ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ, നല്ലൊരു ഐഡിയ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ്. നമ്മളിപ്പോൾ സെല്ലിൽ നോക്കുമ്പോൾ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ അല്ലേ ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസ് നമ്മൾ വരച്ചു കാണിക്കുമ്പോൾ ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ കുറേ കുരുങ്ങി ഒരു സ്ട്രക്ചർ വരച്ച് വെച്ചിട്ട് നമ്മൾ ക്രൊമാറ്റിൻ എന്നൊരു ലേബൽ കൊടുക്കും. നമുക്ക് ക്ലിയർ ഒരു ഐഡിയ വേണ്ടുന്നതാണ്. വാട്ട് ഈസ് ക്രൊമാറ്റിൻ, വാട്ട് ഈസ് ക്രൊമാറ്റിഡ്, വാട്ട് ഈസ് ക്രോമസോം, എന്താണ് DNA, എന്താണ് ജീൻ അല്ലേ? മെൻ്റൽ പറഞ്ഞ ഫാക്ടർ ഓർ ജീൻ. അക്കോർഡിംഗ് ടു മോഡേൺ കോൺസെപ്റ്റ് ഇറ്റ്സ് കോൾഡ് സിസ്ട്രോൺ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ക്ലിയർ ഐഡിയ. യുക്കാരിയോട്സിലാണ് ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു പാക്കേജിംഗ് ഉള്ളത്. പ്രൊക്കാരിയോട്സിൽ ഒരു ന്യൂക്ലിയർ മെംബ്രൈൻ ഒന്നുമില്ല എന്ന് കരുതി അവർ സ്കാറ്റേർഡും അല്ല. ഒരു പ്രോപ്പർലി ഒരു അറേഞ്ച്മെൻറ്റ് അവിടെയുമുണ്ട്. നമുക്കിവിടെ DNA ഇതിൽ കറക്റ്റായിട്ട് പഠിക്കാനുള്ളത് യുക്കാരിയോട്സിൽ എങ്ങനെ പാക്കേജിങ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഡയഗ്രാം കാണിച്ചു തരാം. നമ്മുടെ പഴയ എഡിഷൻ NCERT-ൽ ഉണ്ടായിരുന്ന ഒരു ഡയഗ്രമാണിത്. ഇതാണ് നമ്മുടെ DNA, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA. ആ DNA-യുടെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട് 2 നാനോമീറ്റർ എന്നുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ. നമ്മുടെ ഒരു ടിപ്പിക്കൽ മമേലിയൻ സെൽ, നമ്മുടെ ബോഡിയിൽ ഒരു സെല്ലിൽ DNA-യുടെ ലെങ്ത്ത് അപ്രോക്സിമേറ്റ്ലി 2.2 മീറ്ററാണ് അല്ലേ? നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതായത് 6.6 × 10⁹ ഇൻറ്റു 0.34 ഇൻറ്റു 10 അല്ലേ, 0.34 നാനോമീറ്റർ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോഴാണ് അപ്രോക്സിമേറ്റ്ലി 2.2 മീറ്റർ എന്നുള്ളത് കിട്ടിയത്. ഈ 2.2 മീറ്റർ ലെങ്തി ആയിട്ടുള്ള DNA എങ്ങനെ മൈക്രോസ്കോപ്പിക്കായ സെല്ലിൽ അതുപോലെ ഒരു ചെറിയ ഓർഗനലായ ന്യൂക്ലിയസിനകത്ത് എങ്ങനെ ഇങ്ങനെ മടക്കി ചുരുട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു?
അതിൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് പാക്കേജിംഗ് ആണ് കണ്ടോ ഈ DNA ചെറിയ ചെറിയ ബീഡ്സിനകത്ത് ഓക്കെ ചുറ്റി ചുറ്റി പോകും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം മോഡൽ എന്ന് പറയുക. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് അതാണ്. അപ്പോഴും വന്നപ്പോഴേക്ക് ഡയമീറ്റർ എത്രയായി? 11 നാനോമീറ്റർ. 2 നാനോമീറ്റർ എന്നുള്ളത് 11 നാനോമീറ്റർ ആയി. ഹിസ്റ്റോൺ പ്രോട്ടീനുകളിലേക്ക് ചുറ്റി വന്നു. ഇനിയും അടുത്തത് കുറേ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഇങ്ങനെ കറങ്ങി അടുത്തടുത്തേക്ക് വന്ന് കണ്ടോ. നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ദറ്റ് ഈസ് കോൾഡ് സോളിനോയിഡ് മോഡൽ. സോ അവിടെ എത്ര വന്നു? ഡയമീറ്റർ എന്നുള്ളത് അവിടെ 30 നാനോമീറ്റർ ആയിട്ട് വന്നു. ഇനി ഇത് വീണ്ടും ചുറ്റി 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 വരുന്നതാണ് ക്രോമാറ്റിൻ എന്ന് പറയുന്ന കേട്ടോ. ഇങ്ങനെ ചുറ്റി 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 300 നാനോമീറ്റർ ആയി ഡയമീറ്റർ. നെക്സ്റ്റ് വന്നിട്ട് ഒരു 250 നാനോമീറ്റർ വൈഡ് ഫൈബർ ആണ്. അത് ചുറ്റി ക്രോമറ്റിഡ് 700 നാനോമീറ്റർ ഉള്ള ക്രോമറ്റിഡ്. അങ്ങനെ 2 ക്രോമറ്റിഡ് ചേർന്ന് ക്രോമസോം. ഈ ഓരോ ലെവൽ പാക്കേജിങ് നടക്കണമെങ്കിലും പ്രോട്ടീൻ വേണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ഹിസ്റ്റോൺ. ന്യൂക്ലിയോസോമിലാണ് ഹിസ്റ്റോൺ കാണുന്നത്. സോളിനോയിഡും ഒക്കെ മുന്നോട്ടേക്ക് വരുമ്പോഴേക്കും NHC നോൺ ക്രോമസോമൽ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ, ഹിസ്റ്റോൺ അല്ലാത്ത പ്രോട്ടീനുകളും അവിടെ ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കൊള്ളുക. ഈ ഒരു ഡയഗ്രാം 2 നാനോമീറ്റർ എന്നുള്ളത് ഇങ്ങനെ പാക്ക് ചെയ്ത് അപ്പോൾ ക്രോമസോം ചുറ്റഴിയുമ്പോൾ ക്രോമറ്റിഡ്, ക്രോമാറ്റിൻ, സോളിനോയിഡ്. ഇത് ചുറ്റഴിഞ്ഞ് വരുമ്പോൾ പ്രോട്ടീൻ മാറി പിന്നെ അത് ന്യൂക്ലിയോസോം ചുറ്റഴിഞ്ഞിട്ട് DNA എന്നുള്ളത്. അപ്പോൾ DNA പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. DNA ഈസ് എക്സ്ട്രീംലി ലോങ്, 2.2 meters in a mammalian cell. The DNA is compacted to fit inside the nucleus, about 1 to 10 micrometers in diameter. Okay, 1 to 10 micrometers. This is achieved by DNA wrapping around histone proteins. Histone പറ്റി നിങ്ങൾ പഠിച്ചല്ലോ. എന്താണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? H2A, H2B, H3, H4 and H1. ഇത്രയും H2A, H2B, H3 and H4 ചേർന്നിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോൺ ഒക്ടാമർ എന്നുള്ളത് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഹിസ്റ്റോൺ ഒക്ടാമറാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോൺ പ്രോട്ടീനുകളിൽ പ്രോട്ടീനാണ്. ആ പ്രോട്ടീനകത്ത് വരുന്ന റെസിഡ്യൂ, അമിനോ ആസിഡ് റെസിഡ്യൂ എന്ന് പറയുന്നത് മെയിൻലി ലൈസീൻ ആൻഡ് അർജിനൈൻ ആണ്. അപ്പോൾ ഈ ലൈൻസ് നോക്കിക്കേ. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ DNA റാപ്പിംഗ് അറൗണ്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഫോമിംഗ് ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോംസ് കോയിൽ ഫർദർ ടു ഫോം ക്രോമാറ്റിൻ വിച്ച് കണ്ടൻസസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ ഇൻ ടു ക്രോമസോം. The highly organized structure allows DNA to fit in the nucleus without being tangled. അപ്പോൾ കറക്റ്റായിട്ട് ഒരു പാക്കേജിങ്, ഒരു പ്രോപ്പർ അറേഞ്ച്മെൻ്റ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഡയഗ്രത്തിലേക്ക് വരും മുമ്പ് ഈ ഒരു പോയിന്റ്സ് ഒന്ന് നോക്കിക്കേ. പ്രൊകാരിയോട്സിലേക്ക് വരും മുമ്പ് യൂക്യാരിയോട്സ് ആദ്യം പറയാം. യൂക്യാരിയോട്സ് ദ ഓർഗനൈസേഷൻ ഈസ് മോർ കോംപ്ലെക്സ് വിത്ത് ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺസിൻ്റെ പ്രത്യേകത പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ ഒരു പ്രോട്ടീൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആകാൻ കാരണം അതിനകത്ത് വരുന്ന അമിനോ ആസിഡാണ്. അമിനോ ആസിഡ്സ് ബേസിക് ഉണ്ട്, അസിഡിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. അസിഡിക് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും, ബേസിക് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്. അതായത് NH3 ബേസിക് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഒരു അമിനോ ആസിഡിൽ അമിനോ ആസിഡ്സ് നമ്മൾ പറയുമ്പോൾ ഒരു കാർബൺ അല്ലേ, ഒരു ആൽഫ കാർബണിൽ ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ്, ഒരു അമിനോ ഗ്രൂപ്പ്, NH3+CO അസിറ്റർ അയോൺ ഫോമില്ല നമ്മൾ എഴുതാണ്. ഇവിടെ 6 സ്ഥാനത്താണ് വേരിയബിൾ ഗ്രൂപ്പാണ്. 6 സ്ഥാനത്ത് നമ്മൾ CH2 വീണ്ടും ഒരു NH3+ വന്നാൽ കൂടുതൽ പോസിറ്റീവ് ചാർജ് എന്ന് വരും. ഓക്കെ, അങ്ങനെ കൂടുതൽ പോസിറ്റീവ് ചാർജ് വരുമ്പോഴേക്കും ഇതിനെ നമുക്ക് എന്തു പറയാം? ഇറ്റ്സ് എ ബേസിക് അമിനോ ആസിഡ്. ഇനി ഇവിടെ 0- ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ആസിഡിക് എന്ന് പറയും, ഗ്ലൂട്ടാമിക് ആസിഡും അസ്പാർട്ടിക് ആസിഡും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ബേസിക് ആണ്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ലൈസീൻ ആൻഡ് അർജിനൈൻ വിച്ച് ക്യാരി പോസിറ്റീവ് ചാർജസ് ഇൻ ദിയർ സൈഡ് ചെയിൻ.
Histone organized into a unit of 8 molecule called histone octamer. H2A, H2B, H3, H4 രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ഒക്ടാമർ. അപ്പോൾ ഈ ഒരു ഒക്ടാമറിലേക്ക് ഇത് ഹിസ്റ്റോൺ ഒക്ടാമറാണ്. നെക്സ്റ്റ് ഒക്ടാമർ, അടുത്ത ഒക്ടാമർ. ഇതിലേക്ക് ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിലേക്ക് DNA റാപ്പ് ചെയ്യാണ്, ചുറ്റുകയാണ്. ചുറ്റുന്നത് നോക്കിക്കേ, ഇതാ ഇവിടെ തുടങ്ങി പുറകിലൂടെ വന്ന് ഇവിടെ എത്തും. അതായത് ഒരു 2 ചുറ്റ് ഫുള്ള് വരത്തില്ല, ഒരു 1.25 ചുറ്റ് വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചുറ്റി 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 പോവാണ്. ഇതിൽ അടുത്ത ഒരു ഹിസ്റ്റോൺ ഉണ്ട്. ആ ഹിസ്റ്റോൺ ദാ ഇത് ഇവിടെ ഉണ്ടാവും. അതായത് ഈ ഇടയിൽ വരുന്ന ഈ ഒരു DNA നമ്മൾ പറയുന്ന പേര് ലിങ്കർ DNA എന്നാണ് പറയുക. ഇവിടെ ഇടയ്ക്ക് വരുന്ന ആ ഒരു DNA ദാറ്റ് ഈസ് കോൾഡ് ദ ലിങ്കർ DNA എന്ന് പറയും. 2 ന്യൂക്ലിയോസോമിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കർ DNA. ആ ലിങ്കർ DNAയിലാണ് H1 എന്ന് പറയുന്ന ഹിസ്റ്റോൺ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോസോമിൽ, അതായത് ഒരു 1.25 ചുറ്റു വരുന്ന ന്യൂക്ലിയോസോമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 200 ബേസ് പെയർസ് ആണ് വരുന്നത്. എന്താണ്? 200 ബേസ് പെയർസ് ഇൻ എ ന്യൂക്ലിയോസോം. അങ്ങനെ ഇത് ചുറ്റി ചുറ്റിയിട്ടാണ് ക്രോമാറ്റിൻ വരുന്നത്. ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇൻ ദ ന്യൂക്ലിയസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി bead on a string structure configuration when viewed under an electron microscope. ടെക്സ്റ്റിലെ ഡയഗ്രാം നിങ്ങൾ നന്നായിട്ട് നോക്കിയിരിക്കുക. The bead on a string in chromatin. ഒരു ഡയഗ്രാം ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഈ ഡയഗ്രാം നോക്കിക്കേ. സെൻട്രൽ ഡോഗ്മ കഴിഞ്ഞിട്ട് അടുത്തിട്ട് ദേ കേട്ടോ, DNA ഇങ്ങനെ ചുറ്റി വന്നിരിക്കുകയാണ്. ഹിസ്റ്റോൺ ഒക്ടാമർ, അതിനകത്ത് ലിങ്കർ DNA നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കാം. ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കുക. പ്രോകാരിയോട്ടിൻ്റെ കേസ് വരാം. ക്ലിയർ ആണല്ലോ? പ്രോകാരിയോട്ട് പിന്നെ വരാം. The bead on a structure in chromatin is packaged to form chromatin fibers that are further coiled and condensed at ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടാണ് സെൽ ഡിവിഷനിൽ മെറ്റാഫേസ് ഓഫ് സെൽ ഡിവിഷൻ ടു ഫോം ക്രോമസോം. ഓക്കെ, ആ ഡയഗ്രാം ഒരു വ്യക്തമായ ഐഡിയ നമുക്ക് തരുകയാണ് കേട്ടോ അതിനെ പറ്റിയിട്ട്. The packaging of chromatin at higher level, സോളിനോയിഡും ക്രോമറ്റിഡ് ലെവലൊക്കെ റിക്വയർ അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് കളക്റ്റീവ്ലി നോൺ ആസ് NHC പ്രോട്ടീൻസ്. ഇനി ടിപ്പിക്കൽ ന്യൂക്ലിയസ് ഇതിങ്ങനെ ചുറ്റി 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 പാക്ക് ചെയ്ത് വരുമ്പോൾ ചില പോർഷൻസിൽ ലൂസിലി പാക്ഡ് ആയിരിക്കും. അങ്ങനെ ലൂസിലി പാക്ഡ് ആയിട്ടുള്ള റീജിയൺ നമ്മൾ പറയുന്ന പേര് യൂക്രോമാറ്റിൻ എന്നാണ് പറയുക, അല്ലേ? യൂക്രോമാറ്റിൻ്റെ പ്രത്യേകത ലൂസിലി പാക്ഡ് ആണ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്. സ്റ്റെയിൻ പിടിക്കുന്നത് വളരെ ലൈറ്റായിട്ട് മാത്രമേ സ്റ്റെയിൻ കയറുള്ളൂ. പിന്നെ അതോടൊപ്പം മെറ്റബോളിക്കലി ആക്റ്റീവായിട്ടുള്ള റീജിയനാണ്, മെറ്റബോളിക്കലി ആക്റ്റീവാണ്. ഇനിയും ഹെറ്ററോക്രോമാറ്റിൻ ആവുമ്പോഴേക്കും ചില റീജിയൻസ് ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്യും, അല്ലേ? ടൈറ്റിലി ചുറ്റഴിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തടുത്തടുത്ത് അങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡീപ്പിലി സ്റ്റെയിൻഡ് ആയിരിക്കും. ഡീപ്പിലി സ്റ്റെയിൻഡ് ആണ്. അതോടൊപ്പം ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായിരിക്കും? മെറ്റബോളിക്കലി ഇനേർട്ടാണ്. അതായത് റെപ്ലിക്കേഷൻ നടക്കുമ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കണമെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? DNA ചുറ്റഴിയണം. ഈ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന റീജിയൻസ് ചുറ്റഴിയില്ല. സോ മെറ്റബോളിക്കലി ഇനേർട്ടാണ് ഹെറ്ററോക്രോമാറ്റിൻ, മെറ്റബോളിക്കലി ആക്റ്റീവാണ് യൂക്രോമാറ്റിൻ. ക്ലിയർ അല്ലേ? നമുക്ക് ഇനിയും ഒരു പ്രോകാരിയോട്സിൻ്റെ കേസ് വരുമ്പോഴേക്കും നമ്മൾ ന്യൂക്ലിയർ മെംബ്രൈൻ ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ഫുള്ളി ഡിസോർഗനൈസ്ഡ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദി ഡു നോട്ട് ഹാവ് എ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ദ DNA ഈസ് നോട്ട് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ സെൽ. DNA ബീയിങ് നെഗറ്റീവ്ലി ചാർജ്ഡ്
അല്ലേ? 3' എൻഡിൽ ഒരു OH മൈനസ്, 5' എൻഡിൽ PO4 മൈനസ്. അതുകൊണ്ട് തന്നെ DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ്, പോളിയമീൻസ് പോലെയുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പോടുകൂടി അവിടെയും പാക്ക് ചെയ്തിട്ടുണ്ട്. ആ റീജിയന് പറയുന്ന പേര് ന്യൂക്ലിയോയിഡ് എന്ന് പറയും, ഓർ ജീനോഫോർ എന്നൊരു പേര് കൂടി പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസിനെയാണ് നമ്മൾ ഇൻസിപ്പിയൻ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്കും ഫുള്ളി ഇങ്ങനെ സ്കാറ്റേർഡ് അല്ല എന്നർത്ഥം. ഇത് ഇങ്ങനെ പാക്ഡ് ആണ്, പക്ഷേ ഒരു യൂക്യാരിയോട്സിൽ പോലെ ഒരു വെൽ ഡിഫൈൻഡ് പാക്കേജിങ് അല്ല എന്ന് മാത്രം. ഓൾസോ പാക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോട്ടീൻസ് ലൈക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ലൈക്ക് പോളിയമീൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദാറ്റ് അബൌട്ട് DNA പാക്കേജിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓക്കെ, ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. അതായത് ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഗ്രിഫിത്താണ്, അല്ലേ? ഇൻ 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് ഇൻ എ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഇതിനേക്ക് മുമ്പിലേക്ക് എത്തുന്ന ഒരു കാര്യം, അതായത് ജനറ്റിക്സിനൊരു ബേസ് കൊടുത്ത ആൾ മെൻ്റലാണ്. മെൻ്റൽ പക്ഷേ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ എന്നതിനെ പറ്റി ഒരു ഐഡിയ കൊടുക്കുന്നില്ല, അല്ലേ? ജനറ്റിക് മെറ്റീരിയൽ എന്താണ് എന്നതിനെ പറ്റി ഒരു ഐഡിയ അറിയില്ല. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, അത്രത്തോളം ഒരു ഡെവലപ്മെൻറ്റ്സ് ആയിട്ടില്ല, മൈക്രോസ്കോപ്പിയിൽ ഒരു അഡ്വാൻസ്മെൻ്റ് ഒന്നും വന്നില്ല. അപ്പോൾ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റിയില്ല. പിന്നെ സട്ടൻ ആൻഡ് ബോവറിയുടെ തിയറി വന്നു, മോർഗൻ്റെ വന്നു, അങ്ങനെ പല അറ്റംപ്റ്റ് നടത്തുകയാണ്. എന്താണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്, എന്താണ് ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ബയോകെമിക്കലി എന്താണ് എന്നുള്ളതിന് ഒരു ആൻസർ കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. അതാണ് സെർച്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത്. അതിന് ഒരു തുടക്കം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഗ്രിഫിത്താണ് തുടങ്ങുന്നത്, ഫ്രെഡറിക് ഗ്രിഫിത്ത്. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് 1928 അറിയാലോ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയം, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയം, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയയും ഒപ്പം മൈസിനെയും വെച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബാക്ടീരിയയുടെ 2 സ്ട്രെയിൻ, ഒരു സ്ട്രെയിനിൻ്റെ പ്രത്യേകത എന്നുള്ളത് ആ ഒരു സ്ട്രെയിനിൽ വെളിയിൽ ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ടിംഗ് ഉണ്ടാവും. സോറി, ഇത് നമ്മുടെ ഷേപ്പ് ഏതാ വരിക? സ്പെറിക്കൽ ഷേപ്പ് അല്ലേ? നമുക്കത് തന്നെ കാണിക്കാം. ഒരു വെളിയിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള പോളിസാക്കറൈഡ് കോട്ടിംഗ് ഉള്ള ബാക്ടീരിയ. ഓക്കെ, ഒന്ന് സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ടിംഗ്. രണ്ടാമത്തെ ആൾക്ക് ആ ഒരു പോളിസാക്കറൈഡ് കോട്ടിംഗ് ഇല്ല. ഇവർക്ക് ഇതിനകത്ത് ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് ഇതുകൊണ്ട്. അപ്പോൾ ഈ വെളിയിൽ ഒരു സ്മൂത്ത് ഷൈനിങ് കോളനി വരുന്നത് കൊണ്ട് ഇവരെ നമ്മൾ കൊടുത്ത പേര് ഏതാണ്? സ്മൂത്ത് സ്ട്രെയിൻ എന്ന് കൊടുത്തു, ഓർ ദ സ്ട്രെയിൻ. ഇനി ആ ഒരു ഷൈനിങ് കോളനി ഇല്ലാത്തത് റഫ് സ്ട്രെയിൻ, അല്ലേ? പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് നടന്നത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതിന് സ്മൂത്തിന് നമ്മൾ പറയുന്നത് വിറുലൻ്റ് എന്നാണ്. വിറുലൻ്റ് എന്ന് വെച്ചാൽ ഡിസീസ് ഉണ്ടാക്കുന്നത്. നോൺ വിറുലൻ്റ് ആണ് ആർ സ്ട്രെയിൻ, നോൺ വിറുലൻ്റ് ആർ സ്ട്രെയിൻ. ഇപ്പോൾ എ സ്ട്രെയിൻ ഇഞ്ചെക്റ്റ് ചെയ്തു, ന്യൂമോണിയ ഉണ്ടായി, മൈസ് ഡൈ. ആർ സ്ട്രെയിൻ ഇഞ്ചെക്റ്റ് ചെയ്തു, ആറാണ്, നോൺ വിറുലൻ്റ് ആണ്, മൈസ് സർവൈവ് ചെയ്തു. ദെൻ ഗ്രിഫിത്ത് അടുത്തത് എന്ത് ചെയ്തു? ഹീറ്റ് കിൽഡ്. അപ്പോൾ ചൂടാക്കിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? വെളിയിലുള്ള ഒരു പോളിസാക്കറൈഡ് കോട്ടിംഗ് ഇല്ലാതായി, ഇഞ്ചെക്റ്റ് ചെയ്തു, മൈസ് ലിവ്. കോട്ടിംഗ് പോയല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഇദ്ദേഹം കൊടുത്തത് എ സ്ട്രെയിൻ, ഹീറ്റ് കിൽഡ് എസും, അപ്പോഴേക്കും ആ ഒരു പാത്തോജനിസിറ്റി ഇല്ലാതായി. പിന്നെ ആർ സ്ട്രെയിൻ, അത് നോൺ വിറുലൻ്റ് ആണ്. ഇവരെ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷേ റിസൾട്ട് എന്ത് വന്നു? ആ റിസൾട്ടാണ് വലിയൊരു കാര്യത്തിലേക്ക് നയിക്കുന്നത്, മൈസ് ഡൈ. എന്തുകൊണ്ട് മൈസിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല? ഓക്കെ, മൈസ് ഡൈ. വാട്ട്സ് ദ റീസൺ? ഇവർ രണ്ടുപേരും ഒന്ന് വന്നപ്പോഴേക്കും ദർ ഈസ് എ പ്രോസസ് ഒക്കേഴ്സ്, നെയിംലി ട്രാൻസ്ഫോർമേഷൻ. What do you mean by transformation? The transfer of genetic material from one bacterium to another, or it's a method of sexual reproduction in bacteria.
ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ പോകുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് കിൽഡ് എസ്സിൽ നിന്നും ജനറ്റിക് മെറ്റീരിയൽ ആറിലേക്ക് എത്തി. അപ്പോൾ ആർ എന്തായിട്ട് മാറി? ആ ഒരു ഇപ്പോൾ ഒരു സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ടിംഗ് വരണമെങ്കിൽ അതിന് കാരണം ഒരു ജീൻ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു ജീൻ എസ്സിൽ നിന്നും എവിടേക്ക് എത്തി? ആറിലേക്ക് എത്തി. അപ്പോൾ ആറ് എന്തായി മാറി? വിറുലൻ്റ് സ്ട്രെയിൻ ആയിട്ട് മാറി. ആൻഡ് ഇറ്റ് കോസസ് ന്യൂമോണിയ. ദാറ്റ്സ് വൈ ദ മൈസ് ഡൈ. അപ്പോൾ അന്ന് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് DNA ആണെന്നോ ഒന്നും പറയാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം heat killed strain had enabled the R strain to synthesize a smooth polysaccharide coat and become virulent. This must be due to the transfer of genetic material. ഒരു ജനറ്റിക് മെറ്റീരിയൽ ആകാൻ പോയത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഇത്രയും ടെക്നോളജി ഒന്നും അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അതിന് ബയോകെമിക്കലി അതെന്താണ് എന്ന് പറയാൻ ഗ്രിഫിത്തിന് പറ്റിയില്ല. ഇനി ഇതിന് തൊട്ടു പുറകെ എന്താണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ, അതിൻ്റെ ബയോകെമിക്കലി അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം 3 ലേഡീസ് ചേർന്ന് തുടങ്ങുകയാണ്. 1933 to 1944 ഓസ്വാൾഡ് ആവറി, കോളിൻ മക്ലിയോഡ് ആൻഡ് മാക്ലിൻ മക്കാർട്ടി. ഓക്കെ, ആവറി, മക്ലിയോഡ് ആൻഡ് മക്കാർട്ടി ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. ഇതൊരു പ്രോട്ടീനാണോ, DNA ആണോ, RNA ആണോ, വേറെ എന്തെങ്കിലും ഒരു ബയോകെമിക്കൽ മോളിക്യൂളാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. അവരെന്ത് ചെയ്തു? ഈ ഹീറ്റ് കിൽഡ് എസ്സിൽ നിന്നും ഈ പ്രോട്ടീനുകളൊക്കെ അതായത് ഈ ഹീറ്റ് കിൽഡ് എസ് പ്ലസ് ആർ എന്നുള്ള സ്ട്രെയിൻ എടുത്തു, രണ്ടും കൂടി എടുത്തു. എന്നിട്ട് ഇതിനകത്തേക്ക് ആദ്യം പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം കൊടുത്തു. പ്രോട്ടിയേസ് ആണെങ്കിൽ എല്ലാ പ്രോട്ടീനെയും നശിപ്പിക്കും, എല്ലാ പ്രോട്ടീനെയും അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളയും. എന്നിട്ട് എന്ത് ചെയ്തു? പ്രോട്ടിയേസ് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സ് ഏതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു? മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പോഴും മൈസ് ഡൈ. പ്രോട്ടിയേസാണ് കൊടുത്തത്, അപ്പോൾ എല്ലാ പ്രോട്ടീനും നശിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടും മൈസ് ഡൈ ചെയ്തു. അപ്പോൾ കാരണം പ്രോട്ടീൻ അല്ല. അടുത്ത സ്റ്റെപ്പിൽ ഇതിനോടൊപ്പം ഏത് കൊടുത്തു? ഹീറ്റ് കിൽഡ് എസും ആർ സ്ട്രെയിനും കൂടെ ചേർത്തിട്ട് അവിടെ RNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം കൊടുത്തു. അപ്പോഴും സെയിം റിസൾട്ട്, മൈസ് ഡൈ. അപ്പോൾ RNA അല്ല കാരണക്കാരൻ. നെക്സ്റ്റ് ഇതിനകത്ത് അടുത്തൊരു എൻസൈം കൊടുത്തു, DNA ഡൈജസ്റ്റ് ചെയ്യുന്ന DNase എൻസൈം കൊടുത്തു. ആ DNase കൊടുത്തപ്പോൾ DNA എല്ലാം അങ്ങ് നശിച്ചു പോയി. ദെൻ ദ മൈസ് സർവൈവ്. അപ്പം DNA ഇല്ലാതായിപ്പോയി. അതായത് ട്രാൻസ്ഫോർമേഷന് കാരണമായത് എന്തോ അതില്ലാതായതുകൊണ്ട് മൈസ് സർവൈവ്. അപ്പോൾ ഇവർ പറഞ്ഞു എന്താണ്? ദേ സജസ്റ്റിംഗ് ദാറ്റ് DNA കോസ്ഡ് ട്രാൻസ്ഫോർമേഷൻ. They concluded that DNA is the hereditary material, but DNA is the hereditary material, but not all biologists. ഓക്കെ, ഇവരെ ഇനി ലേഡീസൊക്കെ പറഞ്ഞത് കൊണ്ടാണോ എന്തോ എന്ത് ചെയ്തില്ല, സയൻസ് വേൾഡ് അത്ര കണ്ടങ്ങോട്ട് ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അടുത്തൊരു കാര്യം, ഇതിലൊരു സോളിഡ് എവിഡൻസ് കൊടുക്കാനായിട്ട് അടുത്ത ആൾ വരികയാണ്, Hershey and Chase. Okay, experiments by Alfred Hershey and Martha Chase. Alfred Hershey and Martha Chase. അവർ വർക്ക് ചെയ്തത് T4 ബാക്ടീരിയോഫേജും, അതാണ് വൈറസസ്, ബാക്ടീരിയോഫേജും ബാക്ടീരിയയും കൂടെ ചേർന്നിട്ട് ഒരു T4 ബാക്ടീരിയോഫേജും ഈക്കോളൈ ബാക്ടീരിയയും വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ആൽഫ്രഡ് ഹെർഷേയും മാർത്ത ചേസിൻ്റെയും എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ഡയഗ്രം ഒന്ന് നോക്കാവേ. അതിൽ ആ ഡയഗ്രം നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. ഡയഗ്രത്തിൽ 2 സാമ്പിൾ വൈറസ്, ഓക്കെ, ഒന്നിൽ S34 സൾഫർ, റേഡിയോ ആക്റ്റീവ് സൾഫറാണ്. സൾഫർ കൊടുത്താൽ പ്രോട്ടീൻ പോർഷനിലെല്ലാം ഈ റേഡിയോ ആക്റ്റീവ് സൾഫർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഇനിയും അടുത്ത ഒരു സാമ്പിളിൽ കൊടുത്തത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ്, ഓക്കെ, P32. അത് ഫോസ്ഫറസ് വരുന്നത് ബാക്ടീരിയോഫേജിൽ DNA-യിലാണ് വരിക, കാരണം ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടല്ലോ. അങ്ങനെ 2 സാമ്പിൾ റേഡിയോ ആക്റ്റീവ് ആക്കി ഇത് രണ്ടിനെയും ഈ കൊള്ളയിൽ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചു.
ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചു. അപ്പോൾ എപ്പോഴും ഒരു വൈറസ് ഒരു ഹോസ്റ്റിനകത്തേക്ക് ബാക്ടീരിയോഫേജിൻ്റെ ഹോസ്റ്റ് ബാക്ടീരിയ ആണ്, അതിനകത്തേക്ക് കയറുമ്പോൾ ഈ പ്രോട്ടീൻ കോട്ടിങ് അതിൻ്റെ ഉടുപ്പ് അത് ഊരി വെച്ചിട്ട് ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ് അകത്തേക്ക് കയറുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം പ്രോട്ടീൻ കോട്ട് എല്ലാം സെല്ലിന് വെളിയിലുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ 2 കേസിലും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അന്നത് കയറുന്ന ജനറ്റിക് മെറ്റീരിയൽ അതൊന്നും അറിയില്ല. എനിവേ ഇത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ഇൻഫെക്ഷൻ. അടുത്ത സ്റ്റെപ്പിൽ ഈ സെല്ലിനെയും പ്രോട്ടീൻ മോളിക്യൂളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് മറ്റൊരു പേര് പറയും, ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റ് എന്നൊരു പേര് കൂടി പറയുന്നുണ്ട്. ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റ് കാരണം ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ ഇതിനെ ബ്ലെൻഡ് ചെയ്യുന്നു. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം വെയിറ്റ് ഉള്ളത് ഏതാണോ അത് പെല്ലറ്റായിട്ട് അടിയിൽ വരും. അപ്പം ആദ്യത്തേതിൽ പെല്ലറ്റായിട്ട് വന്നത്, പെല്ലറ്റ് വെയിറ്റ് കൂടിയത് ഏതാണോ അത് 2 കേസിലും സെല്ലാണ് അടിയിലേക്ക് വരിക. ഓക്കെ, പെല്ലറ്റ് പ്രോട്ടീൻ മോളിക്യൂളിൽ മുകളിൽ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് സാമ്പിളിൽ റേഡിയോ ആക്ടിവിറ്റി കൊടുത്തത് പ്രോട്ടീനാണ്. അപ്പോൾ ആ റേഡിയോ ആക്ടിവിറ്റി നേരെ എവിടെ വന്നു? പ്രോട്ടീൻ മോളിക്യൂളിൽ വന്നു. അത് മുകളിലായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റി. ഇനി സെക്കൻഡ് സാമ്പിളിലാണെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി എവിടേക്ക് വന്നു? റേഡിയോ ആക്ടിവിറ്റി വന്നത് സെല്ലിലാണ് വന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി അവിടെ പെല്ലറ്റിൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തി, അതായത് സെല്ല്. അവിടെ വേറൊന്നുമില്ല, ഈ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയോഫേജിൽ നിന്നും ബാക്ടീരിയയിലേക്ക് പോയത് ജനറ്റിക് മെറ്റീരിയലാണ്, DNA ആണ് എന്ന് ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് വഴി ആൽഫ്രഡ് ഹർഷേയും മർത്ത ചേസും ചേർന്ന് 1958 ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് കൊടുത്തു. അതായത് അൺഇക്വിവോക്കൽ പ്രൂഫ് എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? The unequivocal proof of DNA as a genetic material came from the experiments of Alfred Hershey and Martha Chase. They worked out with viruses that infect bacteria called bacteriophages. The bacteriophage attaches to bacteria and its genetic material then enters the bacterial cell. The bacterial cell treats the viral genetic material as if it was its own subsequent manufactures and more virus particles. Hershey and Chase worked to discover whether it was a protein or DNA from the viruses that entered the bacteria. They grew some viruses on a medium that contained radioactive phosphorus and some on medium and that contained radioactive sulfur. Viruses grown in the presence of radioactive phosphorus contained radioactive DNA but not radioactive protein because DNA contains phosphorus but protein does not. Protein വരുന്നത് സൾഫർ വരുന്നത് പ്രോട്ടീൻ പാർട്ടിക്കിളിലാണ് വരുന്നത്. Similarly, viruses grown on radioactive sulfur contained radioactive protein but not radioactive DNA because DNA does not contain sulfur. Radioactive phages were allowed to attach to E. coli bacteria. Then as the infection proceeded, the viral coat were removed. അതായത് ബ്ലെൻഡിങ് ചെയ്യുന്നു. ഓക്കെ, അജിറ്റേറ്റിംഗ് ഇൻ എ ബ്ലെൻഡർ, അതാണ് ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻറ്റർ ദ ബാക്ടീരിയ ഫ്രം ദ വൈറസസ്. DNA ആണ് അവിടെ എൻറ്റർ ചെയ്തത്. സോ DNA ആണ് വൈറസസിൽ നിന്നും ബാക്ടീരിയയിലേക്ക് പാസ് ചെയ്ത ഹെറിഡിറ്ററി മെറ്റീരിയൽ. ഓക്കെ, സോ ദ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ട്രാൻസ്ഫോംഡ് ആയത് അവിടെ എന്താണ് ട്രാൻസ്ഫോം ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ദറ്റ് ഈസ് ദ DNA. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രം ഉൾപ്പെടെ ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കൊള്ളുക. ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ദെൻ properties of genetic material, DNA versus RNA. Hershey-Chase experiment clearly showed that DNA is the genetic material, but it was later discovered that in some viruses RNA act as a genetic material. അല്ലേ, അവിടെ നമ്മൾ ടുബാക്കോ മൊസൈക് വൈറസ് ആൻഡ് QB ബാക്ടീരിയോഫേജ്. യൂഷ്വലി ബാക്ടീരിയോഫേജിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരിക. പക്ഷേ ചില ബാക്ടീരിയോഫേജസിൽ ആര് വരാം? RNA വരാം. അതിനൊരു എക്സാമ്പിളാണ് QB ബാക്ടീരിയോഫേജ്. ടുബാക്കോ മൊസൈക് വൈറസ് അല്ലേ, മൊസൈക് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു പേര് അതിന് ടുബാമോ വൈറസ് എന്നും പറയാറുണ്ട് കേട്ടോ.
The reason DNA is the main genetic material while RNA functions as messenger, adapter, lies in the difference between the chemical structure of DNA and RNA. The next point, it's very, very important. Okay? ഒരു മോളിക്യൂൾ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് വൺ, ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റെപ്ലിക്ക. അപ്പോൾ നമുക്ക് നോക്കാം DNA-യും RNA-യും തമ്മിൽ എന്തൊക്കെയുണ്ട് ഡിഫറൻസ്, എങ്ങനെയായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. DNA, ഓക്കെ, ഇതിൽ ആരാണ് നല്ല ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമുക്ക് ഈ 4 പോയിന്റ്സ് 4 ക്രൈറ്റീരിയ വെച്ച് നോക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? രണ്ടാൾക്കും റിപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയണമെങ്കിൽ ആ മോളിക്യൂളിന് അതിൻ്റെ റെപ്ലിക്ക ഓർ കോപ്പി ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ DNA-ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഏബിൾ ടു റെപ്ലിക്കേറ്റ്. RNA-ക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? അയാൾക്കും പറ്റും. ഏബിൾ ടു റെപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് 2 പേരും ഫസ്റ്റ് ക്രൈറ്റീരിയ 2 പേരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ക്രൈറ്റീരിയയിലേക്ക് പോവാം. സെക്കൻഡ് ക്രൈറ്റീരിയ ഷുഡ് ബി സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, കെമിക്കലി ഉണ്ടായിരിക്കണം, സ്ട്രക്ചറലി ഉണ്ടായിരിക്കണം, സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, സ്റ്റെബിലിറ്റി നോക്കാം. DNA-ക്ക് സ്റ്റേബിളാണ്. എന്തുകൊണ്ടാണ് സ്റ്റേബിൾ? ഒന്ന്, പ്രസൻസ് ഓഫ് തൈമീൻ. സെക്കൻഡ്, പ്രസൻസ് ഓഫ് ഡീഓക്സി റൈബോസ്. അല്ലേ, ഡിയോക്സി റൈബോസും തൈമീനും ഉള്ളത് കൊണ്ട് DNA സ്റ്റേബിൾ ആണ്. അപ്പോൾ RNA-യുടെ കേസ് എന്ത് പറയാം? RNA എന്താണ്? RNA-ക്ക് ഇൻസ്റ്റെഡ് ഓഫ് തൈമീൻ യുറാസിൽ ഈസ് പ്രസൻറ്റ്. സെക്കൻഡ് ഡിയോക്സി റൈബോസ് അല്ല, അവിടെ റൈബോസ് ആണ്, അതായത് സെക്കൻഡ് കാർബണിൽ OH ഗ്രൂപ്പാണ്. ഈ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ലേബിളാണ്, ഈസിലി ഡീഗ്രേഡബിൾ ആണ്. അതുപോലെ തന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടിയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു പറയാം? RNA നല്ലൊരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി അൺസ്റ്റേബിൾ ആണ്. അതിനുള്ള റീസൺ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്രൈറ്റീരിയ ഷുഡ് പ്രൊവൈഡ് ദ സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. മ്യൂട്ടേഷൻ, അല്ലേ? മ്യൂട്ടേഷൻ നടക്കണം എങ്കിൽ ഒരു ജനറ്റിക് മെറ്റീരിയലിന്. അപ്പോൾ DNA സംബന്ധിച്ച് പറഞ്ഞാൽ DNA സ്ലോലിയാണ് മ്യൂട്ടേറ്റ് ചെയ്യുക. RNA-യോ? അല്ലേ, കോവിഡ് വൈറസ് വന്ന കേസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയും നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഏതൊക്കെ സ്ട്രെയിനുകൾ നമ്മൾ കണ്ടു, ഏതൊക്കെ വേരിയൻസ്, അല്ലേ? ആൽഫ വേരിയൻ്റ്, ബീറ്റ വേരിയൻ്റ്, ഒമിക്രോൺ. അതായത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? RNA മ്യൂട്ടേറ്റഡ് ആവും. നമ്മുടെ ഏവിയൻ ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസ് H5N1 എന്ന് പറയുന്ന വൈറസ്, ആ ഒരു വൈറസ് വന്നു കഴിഞ്ഞ് H5N1 ആണ് ഏവിയൻ ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസ്, H1N1 ആണ് സ്വൈൻ ഫ്ലൂ ഉണ്ടാക്കുന്ന വൈറസ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപാട് നമ്മൾ കേട്ടത് H1N1 പടരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ സ്വൈൻ ഫ്ലൂ ഉണ്ടാക്കുന്നത്. H5N1 ആണ് ഏവിയൻ ഫ്ലൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതുപോലെയുള്ള ഈ ബേർഡ് ഫ്ലൂ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഐസൊലേറ്റഡ് ആക്കി ഭയങ്കര ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ചിലപ്പോൾ ഈ ഒരു വൈറസ് എന്താകാം? ചേഞ്ച് ആകാം, വൈറസ് മ്യൂട്ടേറ്റഡ് ആകാം. മ്യൂട്ടേറ്റഡ് ആയാൽ ചിലപ്പോൾ ആൾ പ്രശ്നക്കാരനല്ലാതായി അങ്ങ് മാറും, പാത്തോജനിസിറ്റിയൊക്കെ അങ്ങ് കുറയാം, ചിലപ്പോൾ ഹസാർഡസ് ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്യുന്ന ആളാണ് RNA. ഇനി നാലാമത്തേത് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡീലിയൻ ക്യാരക്ടർ. എക്സ്പ്രസ് ചെയ്യാൻ നല്ലത് RNA തന്നെയാണ്. RNA-ക്ക് ഡയറക്റ്റ്ലി പ്രോട്ടീനെ ഉണ്ടാക്കാം, പക്ഷെ DNA-ക്ക് ആരുടെ സഹായം വേണം? DNA-ന്ന് RNA ഉണ്ടായെങ്കിൽ മാത്രമേ RNA-ന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 4 ക്രൈറ്റീരിയ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 പേർക്കും 2 പേരുടേതായ ഗുണങ്ങളും ഉണ്ട്, ദോഷമുണ്ട്. സ്റ്റെബിലിറ്റി നോക്ക്, കാരണം ഒരു ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. ആ സ്റ്റെബിലിറ്റി ആർക്കുണ്ട്? DNA-ക്കുണ്ട്.
അല്ലേ? തൈമീൻ ഉള്ളത് കൊണ്ടും ഡിയോക്സി റൈബോസ് ഉള്ളത് കൊണ്ടും ഒക്കെ DNA സ്ട്രക്ചറലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആണ്. പക്ഷേ ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ ആരാ നല്ലത്? RNA ആണ്. അപ്പോൾ ഒരാൾ മോശം ഒരാൾ നല്ലവൻ എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടു പേർക്കും അതിൻ്റേതായ ക്യാരക്ടേഴ്സ് ഉണ്ട്. The genetic material must be stable and not change with the different stages, age or changes in the organism's physiology. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്, must be stable. The stability was shown in Griffith experiment where heat killed the bacteria but did not destroy some genetic properties. DNA stability can be explained by its two complementary strands which can rejoin when heated and given the right conditions. RNA with its reactive second carbon OH group is more unstable and easily degraded. Therefore, DNA is chemically less reactive and more stable than RNA, making a better genetic material. The presence of thymine instead of uracil also adds stability to DNA. Both DNA and RNA can mutate, but RNA mutated faster due to its instability. അപ്പോൾ വളരെ പെട്ടെന്ന് മ്യൂട്ടേറ്റഡ് ആകാൻ കാരണം സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട്, which allows RNA based viruses to evolve quickly. While RNA can directly code for protein, DNA dependent on RNA for protein synthesis, with the machinery for protein synthesis evolving around RNA. Okay, the next is RNA world. RNA was the first genetic material. ഓക്കെ, ആദ്യം വരുന്ന ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളത് RNA ആണ്. There is enough evidence to suggest that essential life processes such as metabolism, translation, splicing, etc. evolved around RNA. RNA used to act as a genetic material, as a catalyst, അല്ലേ? റൈബോസൈം എന്ന് പറയും. There are some important biochemical reactions in living system that are catalyzed by RNA catalyst and not by protein enzymes. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എന്നാൽ ഓൾ എൻസൈംസ് എന്നല്ല പറയുക, ഓൾമോസ്റ്റ് ഓൾ, മെജോറിറ്റിയും പ്രോട്ടീനാണ്. പക്ഷേ പ്രോട്ടീനേഷ്യസ് അല്ലാത്ത എൻസൈംസ് ഉണ്ട്. പല മെറ്റാബോളിക് റിയാക്ഷൻസിനെയും കാറ്റലൈസ് ചെയ്യുന്നത് RNA കാറ്റലിസ്റ്റുകളാണ്. അവരെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, റൈബോസൈംസ് എന്നാണ് പറയുക, റൈബോസൈംസ്. ബട്ട് RNA being a catalyst was reactive and hence unstable. Therefore, DNA has evolved from RNA with chemical modifications that it make it more stable. അപ്പോൾ DNA RNAയിൽ നിന്ന് ഇവോൾവ് ചെയ്തു, സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. DNA being double stranded and having complementary strand further resist changes by evolving a process of repair. നെക്സ്റ്റ് നമ്മുടെ സെൻട്രൽ ഡോഗ്മയിലെ ആദ്യത്തെ, അതായത് പ്രോസസ്സ്, നമ്മൾ ജനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ളതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് DNA റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷനിൽ ആദ്യത്തെ ഏരിയ റെപ്ലിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോപ്പിയിങ്, അല്ലേ? സിന്തസിസ് ഓഫ് DNA ഫ്രം DNA. While proposing the double helical structure for DNA, Watson and Crick had immediately proposed a scheme for a replication of DNA. To quote their original statement is as follows. It's very important. It has not escaped our notice that the specific pairing we have postulated immediately suggests a possible copying mechanism for the genetic material. Watson and Crick 1953 പറഞ്ഞതാണ്, there is a possible copying mechanism. The scheme suggested that the two strands would separate, അല്ലേ? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ DNA സ്ട്രാൻഡ് ചുറ്റഴിയും, യൂക്രോമാറ്റിൻ റീജിയൻസ് ചുറ്റഴിയുന്നു. ആൻഡ് ഈച്ച് സ്ട്രാൻഡ് ആക്ട് ആസ്
parental or the template strand. After the completion of replication, each DNA molecule would have one parental and one newly synthesized strand. അപ്പോൾ ഒരു DNA സ്ട്രാൻഡ്, ഇതൊരു DNA സ്ട്രാൻഡ്, ഇവിടെ DNA ചുറ്റഴിയുന്നു. ചുറ്റഴിഞ്ഞതിന് ശേഷം രണ്ട് സ്ട്രാൻഡും എന്തായിട്ട് പേരൻ്റൽ ഓർ ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ഫങ്ഷൻ ചെയ്യും. ഈ രണ്ടിനും കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ സ്ട്രാൻഡ് ഉണ്ടാവും. പുതിയ സ്ട്രാൻഡ് ഉണ്ടാവുന്ന DNA-യിൽ ഒരു സ്ട്രാൻഡ് എന്തായിരിക്കും? ഓൾഡ് ആയിരിക്കും, ഒന്ന് ന്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പിങ്ക് കളറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഓൾഡും യെല്ലോ കളറിൽ വന്നിരിക്കുന്നത് ന്യൂവും. അപ്പോൾ അതിനെ നമ്മൾ സെമി കൺസർവേറ്റീവ് DNA, ഹൈബ്രിഡ് ആണ് വന്നിരിക്കുന്നത്, ഒന്ന് ഓൾഡും ഒന്ന് ന്യൂവും. സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ ഡിസ്പേഴ്സീവ് ഉണ്ട്, കൺസർവേറ്റീവ് ഉണ്ട്, സെമി കൺസർവേറ്റീവ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് സെമി കൺസർവേറ്റീവ് മെത്തേഡാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ് ആദ്യം പറയുന്നത്. എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ആദ്യം തന്നത് മിസൽസൺ ആൻഡ് സ്റ്റാഹിലാണ് കേട്ടോ. മാത്യു മിസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാഹിൽ, ഇവർ രണ്ടാളും ഈ കൊളയിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് ആണ്. ആദ്യം ഇവർ എന്ത് ചെയ്തു? ദ ഗ്രൂ ഈക്വളൈ ഇൻ എ മീഡിയം കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് അമോണിയം ക്ലോറൈഡ് ഉള്ളത് N15 ഉള്ള നൈട്രജൻ ഉള്ള അമോണിയം ക്ലോറൈഡ്, അതിൽ അപ്പം ഇതാണ് ആ ഒരു മീഡിയം. ഇതിനകത്തുള്ളത് NH4Cl N15 ആണ്. അപ്പോൾ ശരിക്കും ഇതിനകത്തുള്ള ബാക്ടീരിയയിൽ ആക്ച്വലി N14 ആണ്. പക്ഷെ വളരാൻ ഉപയോഗിച്ച മീഡിയത്തിൽ N15 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? കുറേ ജനറേഷൻസ് വളർത്തി അല്ലേ? കുറേ ജനറേഷൻസ് വളർത്തി. അപ്പോൾ ഇതിനകത്ത് വരുന്ന ബാക്ടീരിയ നമുക്ക് ആ ഒരു യെല്ലോ കളർ തന്നെ കൊടുക്കാം. ഓക്കെ, കുറേ ജനറേഷൻസ് വളർത്തിയിട്ട് ഇതിൽ N14 ഉള്ളതിനെയും N15 ഉള്ളതിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ, CCM ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തി. അപ്പോൾ ഹെവി ആയിട്ടുള്ളത് താഴേക്ക് വന്നു. N15 ഈസ് നോട്ട് എ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം N14 ഓൺലി ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അപ്പോൾ ഇവരെ സെപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് വന്നു? സെപ്പറേറ്റ് ചെയ്തപ്പോഴേക്കും ഹെവി ആയിട്ടുള്ളത് താഴേക്ക് വന്നു, N15 ഉള്ളത് താഴേക്ക് വന്നു, N14 ഉള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇത് N14 ആണ്, അടുത്തത് ഇത് N15 ആണ്. അടുത്ത സ്റ്റെപ്പിൽ N15 ഉള്ളതിനെ മാത്രം എടുത്തു. N15 ഉള്ളതിനെ എടുത്തിട്ട് N14 ഉള്ള മീഡിയത്തിലേക്ക് കൊടുത്തു. ഓക്കെ, കൊടുത്തിട്ട് ഇവർ റെപ്ലിക്കേഷൻ ടൈം 18 to 20 minutes എന്നുള്ളതാണ്. ഈ ഒരു DNA റെപ്ലിക്കേഷൻ എവിടെ എപ്പോൾ നടക്കുന്നു? ഒരു യുക്കാരിയോട്ടിക് സെല്ലിൽ DNA റെപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യുക്കാരിയോട്ടിക് സെല്ലിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് സെൽ സൈക്കിൾ അല്ലേ? സെൽ സൈക്കിളിൽ 3 ഇവൻറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്. G1 S ഇൻ്റർഫേസും ഉണ്ട്, അവിടെ M ഫേസും ഉണ്ട്. ഇൻ്റർഫേസിലാണ് G1 S G2, അതിൽ S ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. Okay, repeat the point. In eukaryotes, DNA replication takes place during S phase of the cell cycle. But in the case of prokaryotes, DNA replication that takes place in the mesosomes. Question ശ്രദ്ധിച്ചിട്ട് ആൻസർ എഴുതുക. DNA replication takes place എന്ന് കാണുമ്പോൾ തന്നെ ചാടിക്കേറി ആൻസർ ചെയ്യരുത്. അടുത്ത വേർഡ് അവിടെ വരും. In prokaryote, in eukaryote. In prokaryotes, mesosome. In eukaryotes, S phase. ന്യൂക്ലിയസിൽ S ഫേസിലായിരിക്കും നടക്കുക, അത് മറന്നു പോകരുത്. അപ്പോൾ അവിടെ എടുക്കുന്ന സമയം 18 to 20 minutes ആണ്. DNA റെപ്ലിക്കേഷൻ അതായത് ഇൻ്റർഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ 18 minutesഉം 2 minute ഡിവിഷന് വേണ്ടി. അപ്പോൾ അതാണ് നമ്മൾ 18 to 20 minutes എന്ന് പറയുന്നത്. അതിൽ നോക്കിക്കേ, ഇവിടെ 18 to 20 minutes. N15 ഉള്ളത് എടുത്തു. N15 ഉള്ളത് എടുത്ത് 20 minute N14 ഉള്ള മീഡിയത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഹൈബ്രിഡ് വന്നില്ലേ? ഹൈബ്രിഡ് വന്നു. അടുത്ത സ്റ്റേജ് വന്നപ്പോഴേക്കോ 40, അതായത് ഇതിൻ്റെ 20 അപ്പോൾ 40 minute ആയി. 40 minute വന്നപ്പോഴത്തേക്കും എന്ത് വന്നു? ജനറേഷൻ 2-ൽ ഒരു നോർമൽ DNA 50%, ഹൈബ്രിഡ് DNA 50%. ഇനിയും ഇത് 20 അപ്പോൾ ഒരു 80 minutes കഴിയുമ്പോൾ എങ്ങനെ വരും?
80 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഒരു 25% മാത്രമേ ഹൈബ്രിഡ് വരത്തുള്ളൂ. ഇതിൽ നിന്ന് വരുന്നത് നോർമൽ DNA. ഇവിടുന്ന് മാത്രം ഏത് വരും? ഹൈബ്രിഡ് DNA വരും. അപ്പോൾ ഒരു 25%, 80 മിനിറ്റ്സ് കഴിയുമ്പോൾ ഹൈബ്രിഡ് എത്ര വരും? ഓൺലി 25%. 75%ഉം ഏത് തന്നെയായിരിക്കും വരിക? നോർമൽ. അതായത് 2 സ്ട്രാൻഡും ഒരുപോലെയുള്ളത് 75% വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഓരോ ടൈമിലും, ഓരോ റെപ്ലിക്കേഷൻ ടൈം വരുമ്പോഴും ഒരു ഓൾഡ് സ്ട്രാൻഡും ഒരു ന്യൂ സ്ട്രാൻഡും തന്നെയാണ് അവിടെ ഫോളോ ചെയ്ത് വരുന്നത്. Thus, the DNA that was extracted from the culture one generation after the transfer from N15 to N14 medium, that is after 20 minutes, E. coli divides in 20 minutes, had a hybrid or intermediate density. DNA extracted from the culture after another generation, that it is 40 minutes, composed of equal amount, 50% hybrid DNA, 50% normal DNA വരും. And in the next stage, 80 minutes കഴിയുമ്പോഴേക്കും 25% ഹൈബ്രിഡും 75% നോർമൽ DNAയും വരും. 80 minutes, അതായത് 20 minutes ഓരോന്നിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. നെക്സ്റ്റ്, ഇതുപോലെയുള്ള എക്സ്പെരിമെൻറ്റ്, ഇത് ഈ കൊള ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്, മെസൽസനും സ്റ്റാഹിലും. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ സെയിം എക്സ്പെരിമെൻറ്റ്, അതായത് സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ മെത്തേഡാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ആര് ചെയ്തെന്നറിയോ? ടെയ്ലറും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും ചേർന്ന് കണ്ടെത്തുകയാണ്. ടെയ്ലർ ആൻഡ് ഹിസ് കൊളീഗ്സ് 1958 Taylor and his colleagues in 1958. അവർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് ഫാബ ബീൻസ്, വിസിയ ഫാബ എന്ന് പറയുന്ന ഒരു പ്ലാന്റിലാണ്. അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് തൈമഡൈൻ ഉപയോഗിച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. റേഡിയോ ആക്റ്റീവ് തൈമഡൈൻ. Very similar experiment involving the use of radioactive thymidine to detect distribution of newly synthesized DNA in the chromosome was performed on Visia faba or faba beans by Taylor and his colleagues in the year 1958. This experiment proved that DNA in chromosome also replicate semi-conservatively. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. എങ്ങനെയാണ് അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്ക് വേണ്ട, നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച കാര്യം തന്നെയാണ്, നമുക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ്സ് നോക്കാം. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടുന്നത്? ആ റിക്വയർമെൻറ്റ്സിൽ ആദ്യം വേണ്ടുന്നത് എൻസൈംസ് ആണ്, അല്ലേ? എൻസൈംസ്, DNA ചുറ്റഴിയാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഏതാണ്? ഹെലിക്കേസസ് ആൻഡ് ടോപ്പോഐസോമറൈസസ്. പിന്നെ DNA ഡിപ്പെൻഡൻറ്റ് DNA പൊളിമറൈസ് എൻസൈം, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് കൊരൻബർഗ് എൻസൈം എന്ന് പറയും. കണ്ടുപിടിച്ച ആളുടെ പേര് വെച്ചിട്ടാണ് കൊരൻബർഗ് എൻസൈം എന്ന് പറയുന്നത്. തോമസ് കൊരൻബർഗും ആർതർ കൊരൻബർഗും കൂടെ ചേർന്നിട്ട് കണ്ടെത്തിയതാണ്. DNA പോൾ 1, DNA പോൾ 2 ആൻഡ് DNA പോൾ 3 പഠിച്ചിട്ടുണ്ടല്ലോ. DNA പോളിമറൈസ് 1 ഉണ്ട്, DNA പോൾ 2 ഉണ്ട്, ആൻഡ് DNA പോൾ 3 ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് പോളിമറൈസിങ് എൻസൈംസ്. ഇതിൽ ആക്ച്വൽ എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ആക്ച്വൽ പോളിമറൈസിങ് എൻസൈം. ഏതാണ്? DNA പോൾ 3. പിന്നെ പോൾ 1ഉം പോൾ 2വിൻ്റെയും ജോലി എന്താണ്? റിപ്പയർ ആണ്. മൈനർ റിപ്പയർ ആണ് പോൾ 1, മേജർ റിപ്പയർ എൻസൈം ആണ് പോൾ 2. ലേക്ക് നമുക്ക് വരാം. എൻസൈംസ് വേണം, പ്രൈമേസ് എൻസൈം വേണം, അല്ലേ? ഒരു സ്റ്റാർട്ടറായിട്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് പ്രൈമർ വേണം, RNA പ്രൈമർ വേണം. പിന്നെ സിംഗിൾ സ്ട്രാൻഡ് ചുറ്റഴിയുമ്പോഴേക്കും വീണ്ടും കോയിൽ ചെയ്യാതിരിക്കാൻ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് നെസസറി ആണ്. നമുക്ക് നോക്കാം ഇതിൽ. ഇൻ ലിവിങ് സെൽസ് such as E. coli, the process of replication requires a set of catalysts. The main enzyme referred to is DNA-dependent DNA polymerase enzyme. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇത് കൊരൻബർഗ് എൻസൈം. Since it uses DNA template to catalyze the polymerization of deoxynucleotides. These enzymes, enzyme പ്രത്യേകത എന്താ? highly efficient enzymes and how to catalyze polymerization of a large number of nucleotides in a very short time. That is, E. coli എത്ര ബേസ് പെയറാണ്? 4.6 into 10 raised to 6 ബേസ് പെയർസ്. ഹ്യൂമൻ ഡിപ്ലോയിഡ് കണ്ടന്റ് 6.6 into 10 raised to 9. അപ്പോൾ E. coli
ഒരു കോപ്പി ഉണ്ടാകാൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 18 minutes ആണ്. എത്ര ബേസ് പെയർ എന്നാണ് പറഞ്ഞത്? 4.6 × 10⁻⁶ ബേസ് പെയർസ്. ഇത്രയും ബേസ് പെയർ കോപ്പി ചെയ്തെടുക്കാൻ 18 മിനിറ്റ്. അതായത് വളരെ ഫാസ്റ്റില്ല, വളരെ ഫാസ്റ്റായിട്ട് വിത്ത് പ്രോമിനൻറ്റ് ആക്യുറസി, സ്പീഡ് വിത്ത് ആക്യുറസി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. ഒരു തെറ്റ് വരാൻ പാടില്ല. ഓക്കെ, അതായത് ഇത്രയും എൻസൈംസ് ഉള്ളതിൽ ഇത്രയും ബേസ് പെയേഴ്സിൽ 4.6 × 10⁻⁶ ബേസ് പെയേഴ്സ് ആണ്. ഇത്രയും ബേസ് പെയർ ഉള്ളൊരു കോപ്പി എടുക്കാൻ എടുക്കുന്ന സമയം എത്രയാ? 18 മിനിറ്റ് ആണ്. അതായത് 2000 ബേസ് പെയർ ഒരു സെക്കൻഡിൽ ആഡ് ചെയ്ത് പോകും, വളരെ സ്പീഡായിട്ട്. ഓക്കെ, തെറ്റ് വരാതെ പോകണം. Okay, that means the average rate of polymerization has to be approximately 2000 base pairs per second. 2000 base pairs per second. Not only do these polymerizers have to be fast, but they also have a catalyze the reaction with a high degree of accuracy. Any mistake during replication? ഞാൻ പ്രോസസ്സിലേക്ക് പോകുന്നില്ല, നിങ്ങൾ പഠിച്ചതാണ്. അപ്പം അങ്ങനെ നമ്മൾ പ്രോസസ്സ് നടക്കുമ്പോൾ അൺവൈൻഡ് ചെയ്തു അല്ലേ? ഇനിഷ്യൽ സ്റ്റെപ്പിൽ അൺവൈൻഡ് ചെയ്തിട്ട് രണ്ടും ടെംപ്ലേറ്റ് ആണ്. 5' 3' ഒരു ടെംപ്ലേറ്റ്, 3' 5' മറ്റൊരു ടെംപ്ലേറ്റ്. അപ്പോൾ ഇതിൽ വളരെ സ്പീഡായിട്ട് ഇങ്ങനെ പോയിട്ടേ ഇരിക്കുകയാണ് അല്ലേ? ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം രണ്ടും ടെംപ്ലേറ്റ് ആണ്. ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. DNA പോളിമറൈസ് ക്യാൻ ആഡ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി ഇൻ 5' 3' ഡിറക്ഷൻ അല്ലേ? ആ ഒരു ഡിറക്ഷനിൽ മാത്രമേ അവർക്ക് ആഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെംപ്ലേറ്റ് എന്തായിരിക്കണം? 3' 5'. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഇവിടെ ഇപ്പോൾ അഡിനീൻ ആണെങ്കിൽ ഇവിടെ അഡിനീൻ ആണെങ്കിൽ ആര് വരും? അഡിനീൻ ആണെങ്കിൽ ഇവിടേക്ക് തൈമീൻ വരും. ഓക്കെ, ഇവിടെ അഡിനീൻ വരികയാണെങ്കിൽ അതിന് നേരെ ഇവിടെ ആര് വരും? തൈമീൻ എന്നുള്ളത് വരും. ഇവിടെ അഡിനീൻ. അപ്പോൾ അഡിനീൻ്റെ നേരെ തൈമീൻ വരണം അല്ലേ? അഡിനീൻ്റെ നേരെ തൈമീൻ വരണം. അപ്പോൾ ഇവിടെ തൈമീൻ വരണം. സൈറ്റോസിൻ്റെ നേരെ ഗ്വാനിൻ വരണം. ഗ്വാനിൻ്റെ നേരെ സൈറ്റോസിൻ വരണം. അപ്പോൾ അഡിനീൻ്റെ നേരെ തൈമീൻ വരണമെങ്കിൽ ഏത് വേണം? ഡീഓക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് അല്ലേ? DNTPs എന്നുള്ളത്. അഡിനിൻ്റെ നേരെ ഏത് വരും? തൈമിഡൈൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ? സൈറ്റോസിൻ്റെ നേരെ ഏത് വരും? ഗ്വാനോസിൻ അല്ലേ? GTP, ഇവിടെ CTP. ഇവരിങ്ങനെ ബേസ് പെയറിങ് റൂൾ അനുസരിച്ച്, കോംപ്ലിമെൻറ്റാരിറ്റി റൂൾ അനുസരിച്ച് ഇവരിങ്ങനെ സ്പീഡിൽ വരും. സ്പീഡിൽ വന്നിട്ടാണ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ലൈൻ പറയുന്നത്. ഡീഓക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് സെർവ് ഡ്യുവൽ പർപ്പസ്. ഇതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ്. ഒരാളിവിടെ വരുമല്ലോ, ATP. അവിടെ തൈമീൻ ആണെങ്കിൽ അവിടെ ATP, CTP, GTP ആൻഡ് TTP. രണ്ട് ഫങ്ഷൻസ് ആണ് അവർക്കുള്ളത്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫങ്ഷൻ അതായത് ഇവരാണ് അഡിനീൻ തൈമീൻ ഗ്വാനിൻ സൈറ്റോസിനെ കൊടുക്കുന്നത്. അതുകൂടാതെ ഈ ട്രൈഫോസ്ഫേറ്റുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഡിനീൻ്റെ നേരെ വരേണ്ടുന്നത് തൈമീനാണ് അല്ലേ? തൈമിഡൈൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ തൈമീന് പകരമായിട്ട്, തൈമീന് നമ്മൾ പേര് പഠിച്ചത് എന്താണ്? തൈമീൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് 5-methyl യുറാസിൽ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 5-methyl യുറാസിലാണ് തൈമീൻ. അപ്പോൾ ഇവിടെ 5-methyl യുറാസിലിനും പകരം 5-bromo യുറാസിൽ വന്നു എന്ന് വിചാരിക്കുക. ഇറ്റ്സ് എ സ്ട്രക്ചറൽ അനലോഗ് ഓഫ് തൈമീൻ. കണ്ടാൽ തൈമീനെ പോലെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇയാളിങ്ങനെ വരുമ്പോഴത്തേക്ക് അഡിനീന് മനസ്സിലാവത്തില്ല. അഡിനീൻ ആരാന്ന് വിചാരിക്കും? തൈമീൻ എന്നാണെന്ന് മനസ്സിലാവും. കണ്ടാൽ തൈമീനെ പോലെ ഇരിക്കുമല്ലേ? ഇവിടെ അങ്ങ് ബേസ് പെയറിങ് നടന്നങ്ങ് പോകും. അപ്പോൾ ഇവിടെ ആ ഒരു ബേസ് പെയറിങ് വരികയാണ്. ആ ബേസ് പെയറിങ് വരുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 5-bromo യുറാസിൽ വന്നു, ബേസ് പെയറിങ് നടന്നങ്ങ് പോയി. എററല്ലേ ഇത്? ഈ ഒരു എറർ വരുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാമെന്ന് ഓർത്തോ. ഈ ഒരു സ്ട്രാൻഡിൽ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ പിന്നെ നടക്കുമ്പോൾ ഈ തെറ്റായ ഇൻഫർമേഷൻ mRNAയിൽ പോവില്ലേ?
അങ്ങനെ തെറ്റായ ഇൻഫർമേഷനുമായിട്ട് പോകുന്ന mRNA റോങ് പ്രോട്ടീൻ ഉണ്ടാക്കില്ലേ? ദാറ്റ് റോങ് പ്രോട്ടീൻ മേ ലീഡ് ടു മ്യൂട്ടേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ DNA പോൾ 1ഉം പോൾ 2ഉം ഈ വഴി ഒന്ന് കയറിപ്പോയി നോക്കും. DNA പോൾ 3 ആഡ് ചെയ്ത് പോവും. പോൾ 1 ആൻഡ് പോൾ 2 ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. പ്രൂഫ് റീഡിങ് ആൻഡ് എഡിറ്റിംഗ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ നോക്കുമ്പോൾ 5 ബ്രോമോ യുറാസിൽ ഇരിക്കുന്നു, അവനെ തട്ടി ദൂരെ മാറ്റി അവിടെ തൈമീനെ തന്നെ കൊടുക്കും, 5 മീഥൈൽ യുറാസിൽ തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൂഫ് റീഡിങ് എഡിറ്റിംഗ് ചെയ്യുന്ന ആളാണ് ആര്? ഈ DNA പോൾ 1. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആക്ച്വൽ മെക്കാനിസം എന്താണെന്ന് കണ്ടെത്തിയതിനാണ് 2016 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയത്. DNA പോൾ 1 പോൾ 2ൻ്റെ അന്ന് ഇവർക്ക് പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ മൊളിക്കുലാർ റിപ്പയർ കിറ്റ് എൻസൈംസ് എന്നാണ് പറയുക. DNA പോൾ 1 ആൻഡ് പോൾ 2 മൊളിക്കുലാർ റിപ്പയർ കിറ്റ് എൻസൈംസ് എന്നുള്ളത്. അവരാണ് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എനി മിസ്റ്റേക്ക് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ വിൽ റിസൾട്ട് ഇൻ ടു മ്യൂട്ടേഷൻ. കാരണം അവിടുന്ന് mRNA വരുമ്പോൾ തെറ്റ് വന്നാൽ പ്രോട്ടീൻ ഉണ്ടാകുന്നതിനകത്തും എറർ ഉണ്ടാവും. In addition to DNA-dependent DNA polymerases, many additional enzymes are required to complete the process of replication with a high degree of accuracy. For long DNA molecule, since the two strands of DNA cannot be separated, അത് നിങ്ങൾ പഠിച്ചതാണ്. കാരണം 2.2 മീറ്റർ ലെങ്തി ആയിട്ടുള്ള DNA റെപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ സിബ് വലിച്ച് തുറക്കുന്ന പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ തുറക്കത്തില്ല. ചെറിയ ചെറിയ പോർഷൻസ്, ആ പോർഷൻസാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത്. ചെറിയ പോർഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് അൺബൈൻഡ് ചെയ്ത് വരത്തുള്ളൂ. കാരണം ഇങ്ങനെ ഫുള്ളായിട്ട് അഴിയാത്തതിന് കാരണം ഹൈലി എനർജി വേണ്ടുന്ന പ്രോസസ്സാണ്. ഡ്യൂ ടു വെരി ഹൈ എനർജി റിക്വയർമെൻറ്റ്, the replication occur within a small opening, and that opening that is called a replication fork. The DNA dependent DNA polymerase catalyze polymerization only in one direction, that is 5'3' direction. അതുകൊണ്ടാണ് അവിടെ ഒക്സാക്കി ഫ്രാഗ്മെൻറ്റ്സ് വരുന്നത്. ശരിയല്ലേ? ഇപ്പം നോക്കുക, ഇത് ഒരു DNA ഫ്രാഗ്മെൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ചുറ്റഴിഞ്ഞു. ഇതൊരു റെപ്ലിക്കേഷൻ ഫോർക്കാണ്. ഈ റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഇത് 3' 5'ഉം ഇത് 5' 3'ഉം അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സ്ട്രാൻഡ് കണ്ടിന്യൂവസ്ലി ഒരു ന്യൂ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്ത് ഇങ്ങനെ കയറിപ്പോവാണ്. അടുത്തതോ എവിടെ ചുറ്റഴിഞ്ഞു അവിടുന്ന് ഇങ്ങോട്ടേക്ക്, കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് മുകളിലേക്ക് ചുറ്റഴിയാണ്. ഇത് മുകളിലേക്ക് ചുറ്റഴിയുമ്പോൾ നോക്കിക്കേ, ഇവിടെ നിന്ന് മുകളിലേക്ക് ചുറ്റഴിയുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വന്നു. ഇത് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ കുഴപ്പമില്ല അല്ലേ? ഈ ഒരു സ്റ്റാൻഡിൽ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോവും. ഇവിടെയോ വീണ്ടും പ്രൈമർ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം അല്ലേ? അങ്ങനെ ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് വരും. അതാണ് നമ്മൾ ആ ഡയഗ്രത്തിൽ കാണുന്നത്. ഇതേ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇതിനെ നമ്മളെ പേര് പറയുന്നത് എന്താണ്? ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് കണ്ടുപിടിച്ച ആളുടെ പേരാണ്. ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്നാണ് അതിനെ നമ്മൾ പറയുക. അപ്പോൾ ഒരു സ്ട്രാൻഡിൽ നടക്കുന്നത് കണ്ടിന്യൂവസ്ലി നടക്കുന്നു. ഏത് സ്ട്രാൻഡിലാണ്? ടെംപ്ലേറ്റ് 3' 5' ഉള്ളിടത്ത് കണ്ടിന്യൂവസ്ലി സിന്തസിസ് നടക്കുന്നു. ദറ്റ് ഈസ് എ കണ്ടിന്യൂവസ് സിന്തസിസ്. ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു സ്ട്രാൻഡിന് നമ്മൾ പറയുന്ന പേര്, ദി സ്ട്രാൻഡ് ഈസ് കോൾഡ് ദ ലീഡിങ് സ്ട്രാൻഡ് എന്നാണ് പറയുക. ലീഡിങ് സ്ട്രാൻഡ്. ഓക്കെ, ദിസ് ഈസ് ദ ലീഡിങ് സ്ട്രാൻഡ്. ഇവിടെ ഡിസ്കണ്ടിന്യൂവസ് സിന്തസിസ് ആണ് ആ ഒരു സ്ട്രാൻഡിന് നമ്മൾ പറയുന്ന പേര്. ദറ്റ് ഈസ് കോൾഡ് ദ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും. ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡ് ഉണ്ടാകാൻ കാരണം ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. ഇനിയും ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ തമ്മിൽ പിന്നെ ജോയിൻ ചെയ്യുന്നത്, ഓരോ ഇടയിൽ നിന്നും പ്രൈമർ എടുത്ത് മാറ്റി, ഇവിടെ എല്ലാം അറിയാലോ നമുക്ക്, തുടക്കത്തിൽ പ്രൈമർ ഉണ്ടാവും. ഓരോ ടൈമിലും അവിടെ നിന്ന് പ്രൈമറിനെ റിമൂവ് ചെയ്തിട്ട് DNA ലിഗേസ് വഴി ജോയിൻ ചെയ്ത് സിന്തസൈസ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂവസ്ലി ആണെങ്കിലും ലേറ്റർ അത് കണ്ടിന്യൂവസ് സ്ട്രാൻഡായിട്ട് മാറും ബിക്കോസ് ഓഫ് ദി ആക്ഷൻ ഓഫ് DNA ലിഗേസ് എൻസൈം. ഓക്കെ, the discontinuously synthesized fragments later joined by the enzyme molecular glue എന്നറിയപ്പെടുന്ന DNA ligase. The DNA polymerases on their own cannot reinitiate. ഓക്കെ, അവിടെ അതാണ് NCERTയിൽ ഡയറക്റ്റ്ലി നമ്മൾ പ്രൈമറിനെ പറ്റി പറയുന്നില്ല. DNA പോളിമറൈസ് എൻസൈമിന് ഒരിക്കലും പ്രോസസ്സ് തുടങ്ങാൻ പറ്റില്ല.
അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഏതാണ്? ഓൺലി ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആര് വേണം? പ്രൈമർ വേണം. വാട്ട് യു മീൻ ബൈ പ്രൈമർ? പ്രൈമർ ഈസ് എ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ഒലിഗോന്യൂക്ലിയോടൈഡ്. നമ്മൾ PCR ഉപയോഗിക്കാറുണ്ട്. PCR ഉപയോഗിക്കുന്ന പ്രൈമർ എന്ന് പറഞ്ഞാൽ DNA പ്രൈമറാണ് ഉപയോഗിക്കുക, അല്ല, കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒലിഗോന്യൂക്ലിയോടൈഡുകളാണ് DNA പ്രൈമറാണ്. ഇവിടെ RNA പ്രൈമേഴ്സാണ് ഉണ്ടാവുക. ഓക്കെ, പ്രൈമർ ഒലിഗോന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ ഒരു തുടക്കം വയ്ക്കാൻ ആര് വേണം? പ്രൈമർ വേണം. അപ്പോൾ ഇലോങ്ങേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? DNA പോളിമറൈസ് തന്നെയാണ്. ഓൾസോ റെപ്ലിക്കേഷൻ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് റാൻഡംലി അറ്റ് എനി പ്ലേസ്. എല്ലായിടത്തും ആയിരിക്കത്തില്ല സ്റ്റാർട്ട് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേര് ഒറീസൈറ്റ്, ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ് പറയുക. ഇത് വെച്ചിട്ടാണ് ആ ഒറീസൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വെക്ടറിൻ്റെ ഹെൽപ്പോട് കൂടി കൊടുത്തിട്ട് നമുക്ക് വെക്ടറിനകത്ത് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുവഴി നമുക്കൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ബയോടെക്കിൽ പഠിച്ചതാണ്. ഫർദർ, നോട്ട് എവരി ഡീറ്റെയിൽ ഓഫ് റെപ്ലിക്കേഷൻ ഈസ് അണ്ടർസ്റ്റുഡ് വെൽ. ഇതൊക്കെ സ്റ്റഡീസ് ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞുവെങ്കിലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിഷ്യേഷൻ നടക്കണമെങ്കിലും ഇലോങ്ങേഷൻ നടക്കണമെങ്കിലും എല്ലാം എന്ത് വേണം? പല പ്രോട്ടീൻ ഫാക്ടേഴ്സും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ യൂക്യാരിയോട്സ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്സ് പ്ലേസ് അറ്റ് S phase ഓഫ് ദ സെൽ സൈക്കിൾ. സെൽ സൈക്കിളിൻ്റെ S ഫേസിലാണ്. യൂക്യാരിയോട്സിലാണ് അവിടെ. അപ്പോൾ പ്രോക്യാരിയോട്സിൽ എവിടെയായിരിക്കും? ഇൻ പ്രോക്യാരിയോട്സ് DNA റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ മീസോസോംസ്. മറന്നു പോകരുത്, മീസോസോംസിലാണ് നടക്കുക. മീസോസോംസ്. A failure in cell division after DNA replication. DNA replicate ചെയ്തു എന്നിട്ട് ഡിവിഷൻ നടന്നില്ലെങ്കിൽ that may lead to chromosomal anomaly called polyploid. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കാരണം ഡബിൾ ചെയ്തു പക്ഷേ സെഗ്രിഗേറ്റ് ചെയ്തില്ല, സെപ്പറേറ്റ് ചെയ്തില്ല. ഡിവിഷൻ ആകുമ്പോഴാണ് രണ്ട് സൈഡിലേക്ക് പോവുക. അപ്പോൾ അത് നടന്നില്ല, that may lead to polyploid. പോളിപ്ലോയിഡി നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട് ആസ് എ പാർട്ട് ഓഫ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്. കോൾച്ചിസൈൻ പോലെയുള്ള കെമിക്കൽ, കോൾച്ചിസൈൻ എന്ന് പറഞ്ഞാൽ colchicine is an alkaloid obtained from the comb underground stem ആണ്. comb of the plant colchicum luteum or colchicum autumnale എന്നൊക്കെ പറയുന്ന ലിലിയേസിയയിലെ പ്ലാന്റ്, അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്ന ആൽക്കലോയിഡാണ് കോൾച്ചിസൈൻ. കോൾച്ചിസൈന് കൊടുത്തു കഴിഞ്ഞാൽ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ അറസ്റ്റ് ചെയ്യപ്പെടും. സോ അനാഫേസ് മൂവ്മെൻറ്റ് നടക്കത്തില്ല. അപ്പോൾ ക്രോമസോം ഇരുന്നിടത്ത് നിന്ന് ഡബിൾ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ, കാരണം അങ്ങനെയാണെങ്കിൽ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ്, ഇപ്പോൾ ഫ്രൂട്ട് സൈസ് വലുതാക്കി എടുക്കാനും ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പോളിപ്ലോയിഡ് വെറൈറ്റി ടീ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി തെയിൻ കണ്ടൻറ്റ് ഓർ ആൽക്കലോയിഡ് കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പം നമ്മൾ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പോളിപ്ലോയിഡ് ഉണ്ടാക്കിയെടുക്കും, ഇൻഡ്യൂസ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് കോൾച്ചിസൈൻ യൂസ് ചെയ്യാറുള്ളത്. അടുത്ത ടോപ്പിക് ട്രാൻസ്ക്രിപ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ, നന്നായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു ഏരിയ. The process of copying genetic information from one strand of DNA into RNA is termed. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ട്രാൻഡ്, DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, ഒരു സ്ട്രാൻഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ RNA ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഹിയർ ഓൾസോ the principle of complementarity governs the process of transcription except adenosine complements now forms base pair with the uracil instead of thymine. അല്ലേ? അതായത് നമ്മൾ ഡിയോക്സി, അഡിനോസിൻ, ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ DNA വരുന്നത് ഏതൊക്കെയായിരിക്കും വരിക? ATP വരും, GTP വരും, CTP വരും, TTP വരും. ഇവിടെയാണെങ്കിലും ആരുണ്ട്? ATP ഉണ്ട്, GTP ഉണ്ട്, CTP ഉണ്ട്, UTP ആയിരിക്കും വരിക. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അഡിനോസിൻ കോംപ്ലിമെൻറ്റ്സ് നൗ ഫോംസ് ബേസ് പെയർ വിത്ത് ബേസ് പെയർ. അഡിനിൻ കോംപ്ലിമെൻറ്റാരിറ്റി ബേസ് പെയർ വരുന്നത് ആരുമായിട്ടായിരിക്കും? യുറാസിലുമായിട്ടായിരിക്കും വരുന്നത്. ഹവെവർ, അൺലൈക്ക് ഇൻ ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്.
റെപ്ലിക്കേഷൻ ഒരു തവണ തുടങ്ങിയാൽ which once set in, the total DNA of an organism gets duplicated. ഇപ്പോൾ 2.2 meter ലെങ്ത് ആണെങ്കിൽ അത് ഫുള്ളി എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരും. പക്ഷേ ഇവിടെയോ only a segment. 2.2 meter ലെങ്തി ആയിട്ടുള്ള ഒരു DNA സ്ട്രാൻഡ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ 2.2 meter ലെങ്തി ആയിട്ടുള്ള ഇങ്ങനെ ഒരു DNA സ്ട്രാൻഡ് നമ്മൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് കോപ്പി ചെയ്യപ്പെടില്ല. ഒരു ചെറിയ പോർഷൻ മാത്രം എന്ത് ചെയ്യും, ഇത്രയും ഒരു പോർഷൻ ഒന്ന് അൺവൈൻഡ് ചെയ്യാണ്. ഇവിടെ ഒന്ന് അൺവൈൻഡ് ചെയ്യുന്നു. അൺവൈൻഡ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ എന്നാണ് പറയുക. ട്രാൻസ്ക്രിപ്ഷൻ ബബിൾ. സോ ഇൻ ട്രാൻസ്ക്രിപ്ഷൻ only a segment of DNA and only one of the strands is copied into RNA. This necessitates defining the boundaries that would demarcate the region and the strand of DNA that would be transcribed. Why both? ഇപ്പോൾ നമ്മൾ 2 തവണ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് only one strand of DNA is copied during transcription. Why both the strands are not copied? അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഒരു DNA സ്ട്രാൻഡ്. ഈ DNA സ്ട്രാൻഡ് 2ൽ നിന്നും കോപ്പി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ സ്ട്രാൻഡിൽ നിന്നുണ്ടായ mRNA ഇത്, ഈ സ്ട്രാൻഡിൽ നിന്നുണ്ടായ mRNA ഇത്. ഈ 2 സ്ട്രാൻഡും കോംപ്ലിമെൻ്ററി ആണെങ്കിൽ രണ്ടാളും കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യും, ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള mRNA ഉണ്ടാക്കി കളയും അല്ലേ. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് mRNA ഉണ്ടാവും. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് mRNAക്ക് ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ നോക്കിക്കേ. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഇതൊരു DNA സ്ട്രാൻഡ്. ഈ DNA സ്ട്രാൻഡിൽ നിന്നും mRNA ഉണ്ടാവുന്നു. ഇവിടുന്ന് ഒരു mRNA ഉണ്ടായി, ഇവിടുന്ന് ഒരു mRNA ഉണ്ടായി. ഈ mRNAയിൽ നിന്നും ഒരു പ്രോട്ടീൻ വന്നു. ഇതിൽ നിന്നുണ്ടായ പ്രോട്ടീൻ ഇത്, ഇതിൽ നിന്ന് വന്ന പ്രോട്ടീൻ ഇത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു DNA സ്ട്രാൻഡിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരു സ്ട്രാൻഡ്, ഈ ഒരു സ്ട്രാൻഡിൽ നിന്നും ഒരു പ്രോട്ടീനേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു സ്ട്രാൻഡിൽ നിന്ന് ഒരു പ്രോട്ടീനേ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെയോ ഒരു സ്ട്രാൻഡിൽ നിന്ന് 2, ഇതൊരു പ്രോട്ടീനും ഇത് അടുത്ത പ്രോട്ടീനും. അപ്പോൾ അത് ആകെ ആ ഒരു ജനറ്റിക് ഇൻഫർമേഷൻ മെഷീനറി എന്നുള്ളത് ആകെ കൊളമാക്കിത്തരും. അതാണ് ഒരു റീസൺ. അപ്പം നമുക്ക് നോക്കാം. If both the strands act as template, they would code for RNA molecule with different sequences. Remember, complementarity does not mean identical. And in turn, if they code for proteins, the sequence of amino acid in the protein would be different. Hence, one segment of DNA would coding for 2 different protein. അതാണ് ഒരു റീസൺ. One segment of DNA would be coding for 2 different protein, and this would complicate the genetic information transfer machinery. Second, the 2 RNA molecules, if produced simultaneously, would be complementary to each other. They form a double-stranded RNA. This would prevent RNA from being translated into protein, and the exercise of transcription would become a futile one. വെറുതെ ട്രാൻസ്ക്രൈബ് ചെയ്തു അല്ലേ. എന്തിന് ട്രാൻസ്ക്രൈബ് ചെയ്യണം? ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്ത RNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ നടക്കത്തില്ല. അപ്പോൾ ക്ലിയർ ആണോ? വൈ ദ 2 strands ഓഫ് RNA ആർ നോട്ട് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷനാണ്. 2 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഒരു പ്രൊമോട്ടർ ഉണ്ടാകും. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന പോർഷൻ, അവസാനിക്കുന്നത് ടെർമിനേറ്റർ. ഇതിനിടയിലുള്ള പോർഷനാണ് സ്ട്രക്ചറൽ ജീൻ. അതിന് നമുക്കൊരു ടേം കൊടുക്കാം, സിസ്ട്രോൺ എന്ന് കൊടുക്കാം. There is a convention in defining the 2 strands of DNA in the structural gene of a transcription unit. Since the 2 strands have opposite polarity, ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് DNA-യിൽ നിന്നും RNA ആണ് ഉണ്ടാവുന്നത്. അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് DNA ഡിപ്പെൻഡൻറ്റ് RNA
പോളിമറൈസ് എൻസൈം. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈമാണ്. ഈ RNA polymerase enzyme, this can catalyze only in 5' 3' direction. അപ്പം നമുക്ക് ആദ്യം ആ എൻസൈമിനെ പറ്റി ഒന്ന് നോക്കാമേ. RNA polymerase എൻസൈമിനെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ, RNA polymerase enzyme. RNA polymerase enzyme നമുക്ക് യൂക്യാരിയോട്സിൻ്റെ കേസിലും പ്രോക്യാരിയോട്സിൻ്റെ കേസിലും അറിയണം. ആദ്യം നമുക്ക് പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ നോക്കാം. ഇവിടെ യൂക്യാരിയോട്സ്. പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ നമ്മൾ RNA polymerase എൻസൈമിനെ പറ്റി പറഞ്ഞാൽ RNA പോളിമറൈസിന് 6 പോളിപെപ്റ്റൈഡുകൾ ഉണ്ടാവും. 6 പോളിപെപ്റ്റൈഡ്സ്. 6 പോളിപെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ആൽഫ, ആൽഫ ഡാഷ്, ബീറ്റ, ബീറ്റ ഡാഷ്, ഒമേഗ ആൻഡ് സിഗ്മ. ഇവരിത്രയും കൂടെ ചേർന്നിട്ടാണ് ഒരു കോർ എൻസൈം എന്ന് പറയുന്നത്. ഇത്രയും കൂടെ ചേർന്ന് ഒരു കോർ എൻസൈം. ഈ കോർ എൻസൈമിലേക്ക് ലൂസിലി അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്ന ആളാണ് നമ്മുടെ സിഗ്മ ഫാക്ടർ. അപ്പോൾ പിടികിട്ടിയോ? 6 പോളിപെപ്റ്റൈഡ് ചെയിൻ, അതിൽ ലൂസിലി അറ്റാച്ച്ഡ് സിഗ്മ. ഇതാണ് RNA polymerase enzyme ഇൻ പ്രോക്യാരിയോട്സ്. ഇവിടെ ഒരു കാര്യവും കൂടി ഓർക്കണം, ഒരു സിംഗിൾ RNA polymerase enzyme. Single RNA polymerase enzyme for synthesizing all RNAs. Synthesizing mRNA, tRNA and rRNA. ഒരേ ഒരു RNA polymerase enzyme മാത്രമേ ഉള്ളൂ. അതേസമയം യൂക്യാരിയോട്സിൽ നമ്മൾ നോക്കിയാൽ യൂക്യാരിയോട്സിൽ 3 types of RNA polymerase enzyme. വളരെ ഇമ്പോർട്ടൻറ്റ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ. ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്ത് നോക്ക്, ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ അവിടെ മസ്റ്റാണ്. 3 ടൈപ്പ് RNA polymerase enzyme ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കേ. ഫസ്റ്റ് ടൈപ്പ് RNA polymerase നമുക്ക് പറയാം RNA പോൾ 1. എന്താ അയാളുടെ ജോലി? RNA പോൾ 1 ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് 28 srRNA, 18 srRNA and 5.8 srRNA. And the next one RNA പോൾ 1 ആണ്. ഇത് അടുത്തത് RNA പോൾ 2. RNA പോൾ 2 transcribes heterogeneous nuclear RNA or hnRNA. വളരെ ഇമ്പോർട്ടൻറ്റ്. And number 3 RNA പോൾ 3 enzyme, it transcribes 5 srRNA, tRNA and snRNA, സ്മോൾ ന്യൂക്ലിയർ RNA. നമുക്ക് സ്പ്ലൈസിങ്ങിലൊക്കെ ആവശ്യമായിട്ടുള്ള ആളാണ് snRNA എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, RNA polymerase enzyme പ്രോക്യാരിയോട്ടിലും യൂക്യാരിയോട്ടിലും 3 ടൈപ്പ് RNA polymerase enzyme ആണ് യൂക്യാരിയോട്ടിലുള്ളത്. RNA പോൾ 1, പോൾ 2 ആൻഡ് പോൾ 3. ഓക്കെ, ഇനി എൻസൈമിനെ പറ്റി പറഞ്ഞു നമ്മൾ. പോളിമറൈസേഷൻ ഓൺലി ഇൻ 5' 3' ഡിറക്ഷൻ. അപ്പോൾ ടെംപ്ലേറ്റിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെംപ്ലേറ്റിൻ്റെ പൊളാരിറ്റി 5' 3' 5' ആയിരിക്കും. കാരണം സിന്തസൈസ് ചെയ്യുന്നത് ഏതിലായിരിക്കും? 5' 3' പൊളാരിറ്റി. അപ്പോൾ നമ്മൾ DNA സ്ട്രാൻഡ് പറയുകയാണ്, ഇത് 5' 3' ആൻഡ് ദിസ് ഈസ് ദ 3' 5' DNA സ്ട്രാൻഡാണ്. ഇതിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3'. ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അല്ലെങ്കിൽ ഈ സ്ട്രാൻഡിന് നമുക്ക് നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ആൻറ്റി സെൻസ് സ്ട്രാൻഡ് എന്നും പറയാം. അപ്പോൾ കോഡിംഗ്, നോൺ കോഡിംഗ്, ടെംപ്ലേറ്റ് ഓർ ആൻറ്റി സെൻസ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണ്? 3' 5' ആണ് പൊളാരിറ്റി. 5' 3'ഓ കോഡിംഗ്. ഓക്കെ, കോഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻസ് സ്ട്രാൻഡ് എന്ന് പറയും.
അല്ലേ, സെൻസ് സ്ട്രാൻഡ് എന്ന് പറയും. അതാണ് സ്ട്രേഞ്ച്ലി ദ സ്ട്രാൻഡ് വിച്ച് ഡു നോട്ട് കോഡ് ഫോർ എനിത്തിങ് ദറ്റ് ഈസ് എ കോഡിംഗ് സ്ട്രാൻഡ്. All the reference point while defining a transcription unit is made with the coding strand. അപ്പം ദേ ഇവിടെ നോക്കി 3-5 കൊടുത്തിട്ടുണ്ട്, 5-3 കൊടുത്തിട്ടുണ്ട്. കോഡിംഗ് സ്ട്രാൻഡ്. എന്തുകൊണ്ട് ഇതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നു? ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന mRNA എഴുതാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. കോഡിംഗ് സ്ട്രാൻഡിൽ ഇപ്പം ഞാനിവിടെ ഒരു സീക്വൻസ് എഴുതാം, 5-3. ഇവിടെ T C G C A A T C 3-. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി DNA സ്ട്രാൻഡ് നമ്മൾ എങ്ങനെ എഴുതും? കോംപ്ലിമെൻ്ററി DNA സ്ട്രാൻഡ് ഇവിടെ തൈമീൻ, അഡിനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമീൻ, തൈമീൻ, അഡിനീൻ, ഗ്വാനിൻ, 5-. അല്ലേ? ഇനിയും ഇതിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് നോൺ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. നോൺ കോഡിംഗ് ആണ്. 5-3 നമ്മൾ പറയുന്ന പേര് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് പറയുക. ഇനി ഇതിൽ നിന്ന് വരുന്ന mRNA ഒന്ന് എഴുതിക്കേ. എങ്ങനെ എഴുതും ഇതിൽ നിന്ന് വരുന്ന mRNA? ഇതല്ലേ കോഡിംഗ് സ്ട്രാൻഡ്, നോൺ കോഡിംഗ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തൈമീൻ്റെ സ്ഥാനത്ത് ആര് വരും? യുറാസിൽ വരും. അഡിനീൻ്റെ സ്ഥാനത്ത് തൈമീൻ്റെ സ്ഥാനത്ത് അഡിനീൻ വരും. അഡിനീൻ്റെ സ്ഥാനത്ത് തൈമീനാണ്. തൈമീൻ ഇല്ലാത്തത് കൊണ്ട് യുറാസിൽ വരും. ദെൻ സൈറ്റോസിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനീൻ, യുറാസിൽ, സൈറ്റോസിൻ. അല്ലേ? 5-3. അപ്പോൾ കോഡിങ്ങും ഈ ഒരു mRNA നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ വ്യത്യാസം തൈമീൻ്റെ സ്ഥാനത്ത് യുറാസിൽ വന്നിരിക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ കോഡിംഗ് സ്ട്രാൻഡ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതാണ് നമ്മളിവിടെ വരെ പറഞ്ഞത്. ഇനിയും ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഇതാണ്. പ്രൊമോട്ടർ, ടെർമിനേറ്റർ, പിന്നെ ഇവിടെയുള്ള ഇൻഫർമേഷൻസ് ആണ് കോഡ് ചെയ്യുക. ദറ്റ് ഈസ് എ സ്ട്രക്ചറൽ ജീൻ ഓർ ദ സിസ്ട്രോൺ. ഇനി എന്താണ് പ്രൊമോട്ടർ? പ്രൊമോട്ടർ ഈസ് എ DNA സീക്വൻസ്. ഒരു DNA സീക്വൻസ് ആണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ദറ്റ് പ്രൊവൈഡ് ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ്. ഈ പ്രൊമോട്ടർ സൈറ്റിലേക്കാണ്, പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജീൻ സീക്വൻസ്, ഇവിടേക്കാണ് RNA പോളിമറൈസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിഗ്മ ഫാക്ടർ. ഓക്കെ, എവിടെയാണിത് വരുന്നത്? അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോവാം. ദ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ ഫ്ലാങ്ക് ദ സ്ട്രക്ചറൽ ജീൻ ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ദ പ്രൊമോട്ടർ ഈസ് സെറ്റ് ടു ബി ലൊക്കേറ്റഡ് ടുവേഴ്സ് ദ 5' എൻഡ് ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. 5' എൻഡിലേക്കാണ്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും 5' ഇല്ലേ? അല്ലേ? രണ്ട് സ്ഥലത്തും 5' ഉണ്ട്. ഇവിടെയും 5' ഉണ്ട്, ഇവിടെയും 5' ഉണ്ട്. ഏതാണ് എപ്പോഴും നമ്മൾ റെഫറൻസ് പറയുന്നത്? കോഡിംഗ് സ്ട്രാൻഡിൻ്റേതാണ്. ഓക്കെ, പൊളാരിറ്റി വിത്ത് റെഫറൻസ് ടു ദ കോഡിംഗ് സ്ട്രാൻഡ്. It's a DNA sequence that provide binding site for RNA polymerase, and it is the presence of promoter in a transcription unit. It also defines template and coding strand. By switching its position, terminator എവിടെ വരും? ടെർമിനേറ്റർ വരും നമുക്ക് പറയാൻ പറ്റുന്നതും എവിടെയാണ്? ടെർമിനേറ്റർ നമുക്ക് പറയാൻ പറ്റുക എവിടെയാണ്? കോഡിംഗ് സ്ട്രാൻഡിൻ്റെ തന്നെ 3' എൻഡിലേക്കാണ് ടെർമിനേറ്റർ വരിക. ഓക്കെ, പ്രോസസ്സ് സ്റ്റോപ്പ് ആകുന്ന സ്ഥലം. The terminator is located towards the 3' end, okay, downstream of the coding strand, and it usually defines the end of the process of transcription. ഇത് കൂടാതെ അഡീഷണൽ സീക്വൻസസ്, അതായത് ടാറ്റ ബോക്സ് ഓർ ദ പ്രിബിനോ ബോക്സ് എന്നുള്ളതും ഒക്കെ അപ്സ്ട്രീമോ ഡൗൺസ്ട്രീമോ ആയിട്ട് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അത് പ്രോകാരിയോട്സിലാണ് വരിക. യൂകാരിയോട്സിലും സം അഡീഷണൽ സീക്വൻസസ് ആർ ഓൾസോ ദെയർ. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദ ജീൻ. ഈ ഒരു സ്ട്രക്ചറൽ ജീനിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടേം എന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ജീനിന് നമുക്ക് പറയാം ഇറ്റ്സ് കോൾഡ് സിസ്ട്രോൺ എന്ന് പറയാം. സിസ്ട്രോൺ. ഓക്കെ, സിസ്ട്രോൺ മീൻസ് എ സെഗ്മെൻറ്റ് ഓഫ് DNA. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ DNA സെഗ്മെൻ്റ് ആണ്. സെഗ്മെൻറ്റ് ഓഫ് DNA which can synthesize
which can synthesize a polypeptide chain, which can synthesize a polypeptide chain, a polypeptide chain. ഒരു സിസ്ട്രോണിന് തന്നെ ഒന്നിലധികം പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് പോളിസിസ്ട്രോണിക് എന്ന് പറയാം. പോളിസിസ്ട്രോണിക് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോകാരിയോട്സ് അല്ലേ, ഓർത്തിരിക്കണം അത്. പോളിസിസ്ട്രോണിക് പ്രോകാരിയോട്സിലാണ്. മോണോസിസ്ട്രോണിക്, അതായത് ഒരു സിസ്ട്രോൺ ഒരു ടൈപ്പ് പ്രോട്ടീനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോണോസിസ്ട്രോണിക് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് യൂകാരിയോട്സ്. Polycistronic and monocistronic.